സുവിശേഷത്തെ പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. ഐ ആം നോട്ട് അഷെയിംഡ് ഓഫ് ദ ഗോസ്പൽ. ഐ ആം നോട്ട്. ലോകത്തെ മേൽകീഴ് മറിക്കാൻ പോകുന്ന പവറാണ് ഗോസ്പൽ. ഇറ്റ് ഈസ് എ പവർ ദാറ്റ് ഈസ് ഗോയിങ് ടു ടേൺ ദ വേൾഡ് അപ്സൈഡ് ഡൗൺ. പവർ. കർത്താവിന്റെ മഹത്വവും സ്തുതിയും ആരാധനയും സമർപ്പിക്കും. ഇരിക്കാം. കുറച്ച് മുന്നോട്ട് കയറിയിരുന്നോ? കുറച്ച് മുന്നോട്ടിരുന്നോ? അവർക്ക് പറയാവോ ഹല്ലേലൂയ? സന്തോഷത്തോടെ ഹല്ലേലൂയ. നമ്മൾ വചന പഠനത്തിൽ റോമാലേഖനത്തിൻ്റെ 6-ാമത്തെ അധ്യായത്തിലാണ്. ഓർക്കുന്നുണ്ടോ? റോമാലേഖനം 6-ാം അധ്യായം. ഞാൻ കഴിഞ്ഞ മാസം മാമോദീസായെക്കുറിച്ച് പറഞ്ഞു. മാമോദീസായിൽ നമ്മൾ യേശുവിനോടുകൂടെ എന്ത് ചെയ്തു? മരിച്ചു. യേശുവിനോടുകൂടി അടക്കപ്പെട്ടു. പുതിയ ജീവനായി ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ട് നമുക്ക് പാപം ചെയ്യാൻ ഇനി അവകാശം ഇല്ല. അതുകൊണ്ട് നമ്മൾ നിയമത്തിൻ്റെ കീഴിലല്ല, കൃപയ്ക്ക് കീഴിലാണ് എന്നതുകൊണ്ട് നമുക്ക് പാപം ചെയ്യാമോ? അപ്പോസ്തലൻ പറയുകയാണ്, ഒരിക്കലും പാടില്ല. റോമാലേഖനം 6-ാം അധ്യായം 1-ാമത്തെ വാക്യം. അപ്പോൾ നാം എന്താണ് പറയേണ്ടത്? കൃപ സമൃദ്ധമാകാൻ വേണ്ടി പാപത്തിൽ തുടരാമോ? ഒരിക്കലും പാടില്ല. പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെയാണ്? യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവൻ്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന്. അതുകൊണ്ട് നിങ്ങളിൽ യേശുവിൽ വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, യേശുവിനോട് സമ്പൂർണ്ണമായി ഐക്യപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ജ്ഞാനസ്നാനം സ്വീകരിക്കണം. അതുകൊണ്ട് ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ടെങ്കിൽ, സാഹചര്യമുണ്ടെങ്കിൽ, ചില ആളുകൾക്ക് കുടുംബത്തിലെ ചില സാഹചര്യങ്ങൾ മൂലം ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളവരെ ഉദ്ദേശിച്ചല്ല. നിങ്ങൾക്ക് മാമോദീസ സ്വീകരിക്കാൻ ഒരവസരമുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കരുത്. കാരണം യേശുവിനോടുകൂടി സമ്പൂർണമായി നമ്മൾ ഒന്നാവുന്ന ഒരു കൂദാശയാണ് മാമോദീസ. അതുകൊണ്ട് മാമോദീസായിൽ യേശുവിനോട് ഐക്യപ്പെടണം. അനേകം ആളുകൾ ഇന്ന് ജ്ഞാനസ്നാന കൂദാശ സ്വീകരിക്കാൻ മുന്നോട്ട് വരുന്നുണ്ട്. യേശുവിൽ വിശ്വസിക്കുന്നവർ, നിങ്ങളിൽ ആരെങ്കിലും എൻ്റെ വാക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ സാഹചര്യമുണ്ട്. നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നവരാണ്. ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ സാഹചര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും അടുത്ത സമയത്ത് ജ്ഞാനസ്നാനം സ്വീകരിച്ച് ആ അഭിഷേകത്തിലേക്ക് നിങ്ങൾ വരണം. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഒരു പെൺകുട്ടി ഇവിടെ വന്ന് ലഡു വിതരണം ചെയ്യുന്നത് കണ്ടു. അപ്പം ഞാൻ ചോദിച്ചു, നീ എന്തിനാണ് ലഡു വിതരണം ചെയ്യുന്നത്? അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ യേശുവിൻ്റെ അനുഭവം എനിക്കുണ്ടായിട്ട് ഇന്ന് അതിൻ്റെ 1-ാമത്തെ വാർഷികമാണ്, അതിൻ്റെ ലഡു വിതരണമാണ്. ഹൈന്ദവ മതത്തിൽ ജനിച്ചു വളർന്ന പെൺകുട്ടിയായിരുന്നു. യേശുവിൻ്റെ അനുഭവം ഉണ്ടായി, കർത്താവിൽ വിശ്വസിച്ചു, ജ്ഞാനസ്നാനം സ്വീകരിച്ച് യേശുവിൻ്റെ മകളായിട്ട് മാറി. അപ്പം ഞാൻ ചോദിച്ചു, അന്ന് നീ വന്നതുപോലെയാണോ? അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, ഈ പാർക്കിംഗ് ഗ്രൗണ്ടിൽ ഞാൻ ഒരു ദിവസം ഇവിടെ നിൽക്കുമ്പോൾ ഈ കുട്ടി ഒരു സ്കൂട്ടറിൽ വന്ന് വളരെ വെപ്രാളപ്പെട്ടാണ്. ഞാൻ പറഞ്ഞു, ഞാനിവിടെ എനിക്ക് അച്ഛനെ കാണാമോ? ഞാൻ പറഞ്ഞു, ഞാനിവിടെ കാണുമെന്ന് നീ എങ്ങനെ അറിഞ്ഞു? ഞാനിവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് എങ്ങനെ അറിയാം? അപ്പോൾ പറഞ്ഞു, എനിക്ക് ഉറപ്പായിരുന്നു അച്ഛനൂടെ കാണുമെന്ന്. അങ്ങനെ ഞാൻ വന്നിറങ്ങിയപ്പോൾ തന്നെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ വളരെ വല്ലാത്തൊരു ഡിപ്രഷനിലും മാനസിക പ്രയാസത്തിലും ബുദ്ധിമുട്ടിലുമാണ് അച്ഛാ, എനിക്കൊന്നും പറ്റുന്നില്ല, ഞാനിവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ മകളാണ് പിന്നീട് ജ്ഞാനസ്നാനം സ്വീകരിച്ചു, യേശുവിൻ്റെ മകളായി മാറി. ഞാൻ ചോദിച്ചു, നീ കഴിഞ്ഞ വർഷം ആ പാർക്കിംഗ് ഗ്രൗണ്ടിൽ വെച്ച് എന്നെ കണ്ടതുപോലാണോ ഇപ്പോൾ? അപ്പോൾ അവൾ പറഞ്ഞില്ല, എൻ്റെ ജീവിതം മുഴുവൻ ഇപ്പോൾ ഞാൻ വലിയ സന്തോഷത്തിലാണ്, വലിയ ആനന്ദത്തിലാണ്. എൻ്റെ ഡിപ്രഷനും എൻ്റെ പ്രശ്നങ്ങളും മാനസിക പ്രയാസം എല്ലാം പോയി. ഞാനൊരു വിദേശ രാജ്യത്തേക്ക് പോകാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു, കർത്താവ് എനിക്ക് വേഗം വഴി തുറന്ന് തരും, അങ്ങനെ വലിയ സന്തോഷത്തിലാണ്. ഹല്ലേലൂയ. അതാണ് ജ്ഞാനസ്നാനം. അതുകൊണ്ട് ഒരു വചനം കൂടെ വായിക്കാം. കൊളോസോസ് ലേഖനം 2-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ. കൊളോസോസ് 2:9 മുതൽ. ദൈവത്വത്തിൻ്റെ പൂർണ്ണത മുഴുവൻ അവനിൽ മൂർത്തീഭവിച്ചിരിക്കുന്നു. ആരിൽ? യേശുവിൽ. യേശു ദൈവമാണ്. ദൈവത്വത്തിൻ്റെ പൂർണ്ണത മുഴുവൻ അവനിൽ മൂർത്തീഭവിച്ചിരിക്കുന്നു. എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ശിരസായ അവനിലാണ് നമ്മളും പൂർണ്ണത പ്രാപിക്കുന്നത് ശിരസായ യേശുവിലാണ്. നമുക്ക് പൂർണ്ണത ഉണ്ടാകണമെങ്കിൽ നമ്മൾ യേശുവിലേക്ക് വരണം. 11-ാമത്തെ വാക്യം. അവനിൽ നിങ്ങൾ പരിച്ഛേദനം സ്വീകരിച്ചിരിക്കുന്നു.
കൈകളാൽ നിർവഹിക്കപ്പെടുന്ന ശരീരത്തിൻ്റെ അധമവാസനകളെ കൈകളാൽ നിർവഹിക്കപ്പെടുന്ന പരിച്ഛേദനമല്ല, മറിച്ച് ശരീരത്തിൻ്റെ അധമവാസനകളെ നിർമ്മാർജ്ജനം ചെയ്യുന്ന ക്രിസ്തുവിൻ്റെ പരിച്ഛേദനം. അതായത് പരിച്ഛേദനം സ്വീകരിച്ച വ്യക്തികൾ മാത്രമാണ് യഹൂദ മതത്തിൻ്റെ ഭാഗമായിരുന്നത്. യഹൂദൻ എന്ന് വിളിക്കുന്നത് ആരെയാണ്? പരിച്ഛേദനം സ്വീകരിച്ച ആളുകളെയാണ്. യഹൂദ മതത്തിലെ പരിച്ഛേദനം സ്വീകരിച്ചവർ എന്ന് പറഞ്ഞതുപോലെ ക്രിസ്തുവിൻ്റെ അവയവമായി മാറുന്നത്, ക്രിസ്തുവിൻ്റെ സ്വന്തമാകുന്നത് പുതിയ പരിച്ഛേദനമായ എന്തുവഴിയാണ്? ജ്ഞാനസ്നാനം വഴിയാണ്. അപ്പോൾ അത് 12-ാമത്തെ വാക്യം, ജ്ഞാനസ്നാനം വഴി നിങ്ങൾ അവനോടൊപ്പം സംസ്കരിക്കപ്പെട്ടു, മരിച്ചവരിൽ നിന്ന് അവനെ ഉയർപ്പിച്ച ദൈവത്തിൻ്റെ പ്രവർത്തനത്തിലുള്ള വിശ്വാസം നിമിത്തം നിങ്ങൾ അവനോടുകൂടെ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ. ഇനി അങ്ങനെ മാമോദീസ വഴി നമ്മൾ യേശുവിനോട് കൂടെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഫലമാണ് അടുത്ത വാക്യത്തിൽ പറയുന്നത്. നിങ്ങൾ പാപങ്ങൾ നിമിത്തം മൃതരും ദുർവാസനകളുടെ പരിച്ഛേദനം നിർവഹിക്കാത്തവരും ആയിരുന്നു. ദൈവം നിങ്ങളെ അവനോട് കൂടെ ജീവിപ്പിക്കുകയും നമ്മുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്തു. മാമോദീസ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയുടെ ആ മാമോദീസ വരെയുള്ള സകല പാപങ്ങളും ആ നിമിഷം മാമോദീസ എന്ന കൂദാശ വഴി തന്നെ ക്ഷമിക്കപ്പെടുകയാണ്. ഹല്ലേലൂയാ. മനസ്സിലായല്ലോ? മാമോദീസ സ്വീകരിച്ച വ്യക്തി പിന്നെ കുമ്പസാരിക്കേണ്ടത് മാമോദീസയ്ക്ക് ശേഷമുള്ള വീഴ്ചകളെയാണ്. മാമോദീസ സ്വീകരിക്കുന്ന നിമിഷം തന്നെ ആ വ്യക്തിയുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെടുന്നു. അതാണ് പറയുന്നത്, നമ്മുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്തു. അടുത്ത വാക്യം, മാത്രമല്ല പാപം മാത്രമല്ല ക്ഷമിച്ചത്, പിന്നെന്ത് ചെയ്തു? നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായിച്ചു കളഞ്ഞു. അതായത് നമുക്ക് ചില നിയമങ്ങൾ നമുക്ക് ദോഷമായിട്ട് നിന്നു എന്ന് പറഞ്ഞാൽ എന്താ അത് മനസ്സിലാക്കുന്നത്? ഏത് നിയമങ്ങളാണത്? മോശയുടെ നിയമങ്ങൾ. മോശയുടെ നിയമങ്ങളിൽ നമുക്കെതിരെ നിന്ന ചില കാര്യങ്ങളുണ്ട്. എന്താണ്? ഒരു ഉദാഹരണം ഞാൻ പറയാം. മോശയുടെ നിയമത്തിലെ അല്ലെങ്കിൽ പഴയ നിയമത്തിലെ ഒരു വാചകമാണ്, അമ്മയെയോ അപ്പനെയോ ധിക്കരിക്കുന്നവൻ്റെ വിളക്ക് കൂരിരുട്ടിൽ കെട്ടുപോകും. ഇത് മോശയുടെ ഒരു നിയമമാണ്, അല്ലെ പഴയ നിയമത്തിലെ ഒരു നിയമമാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു കാലത്ത്, അറിവില്ലാത്തൊരു കാലത്ത് അപ്പനമ്മമാരെ നന്നായി വേദനിപ്പിച്ചിട്ടുള്ള ഒരാളാണ്. ഇന്ന് നിങ്ങൾ അതിനെക്കുറിച്ച് അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾ മാതാപിതാക്കന്മാർക്ക് കണ്ണീര് സമ്മാനിച്ച ഒരു മകനോ മകളോ ആണ്. മോശയുടെ നിയമം അനുസരിച്ച് നിങ്ങളുടെ തലയ്ക്ക് മീതെ കിടക്കുന്ന എന്താണ്? നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾക്കൊരു വെളിച്ചം ഉണ്ടാവത്തില്ല. നിങ്ങളുടെ വിളക്ക് കൂരിരുട്ടിൽ കെട്ടുപോകുമെന്നുള്ളതാണ് നമുക്കെതിരെ നിൽക്കുന്ന ഒരു നിയമം. കണ്ടോ? നിയമം നമുക്കെതിരെ നിൽക്കുന്ന എങ്ങനെ മനസ്സിലായോ? അതായത് പഴയ നിയമത്തിലെ ഈ നിയമം നമുക്കെതിരെ നിൽക്കുകയാണ്. മാതാപിതാക്കന്മാരുടെ കണ്ണീര് വീഴുന്നതിനിടയാക്കിയ ഒരു വ്യക്തിയുടെ ജീവിതത്തിനെതിരെ ഈ നിയമം നിൽക്കുകയാണ്. നാം മാമോദീസായിൽ എന്ത് സംഭവിക്കുന്നു? ആ നിയമത്തെ യേശു, നമുക്കെതിരെ നിന്ന ആ നിയമത്തിൻ്റെ ബന്ധനത്തെ യേശു മായിച്ചു കളഞ്ഞു. നിങ്ങൾക്കൊരു സന്തോഷമില്ലേ? നിങ്ങൾ വിചാരിക്കുന്നത് ഞങ്ങൾ മാമോദീസ സ്വീകരിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ മാതാപിതാക്കന്മാരെ വേദനിപ്പിച്ചിട്ടേ ഇല്ല. കാരണം ഞങ്ങൾ തീരെ കുഞ്ഞുങ്ങളായിരുന്നു ആ സമയത്ത്. അതായത് മാമോദീസായിൽ നമ്മൾ സ്വീകരിച്ച അഭിഷേകം ഓരോ ദിവസവും നമുക്ക് പുതുതാക്കാൻ പറ്റും. ഇന്ന് ഞാൻ 1980 ഓഗസ്റ്റ് 28 മാമോദീസ സ്വീകരിച്ചത്. നിന്റെ മാമോദീസ ഡേറ്റ് നിനക്ക് ഓർമ്മയില്ലെന്ന് എനിക്കറിയാം. മാമോദീസ സ്വീകരിച്ചത് നമ്മൾ എന്നാണോ മാമോദീസ സ്വീകരിച്ചത്, ആ മാമോദീസ ഞാൻ 1980 ഓഗസ്റ്റ് 28 ആൽബർട്ട് വടക്കേമുറിയിൽ എന്ന് പറഞ്ഞൊരച്ഛൻ എന്നെ മാമോദീസ മുക്കി. ഇന്ന് 2025 ഏത് മാസം? മാർച്ച് മാസം 8-ാം തീയതി എനിക്കെൻ്റെ മാമോദീസായിലെ വാഗ്ദാനത്തെ നവീകരിക്കാൻ പറ്റും. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. എനിക്കെൻ്റെ മാമോദീസായിൽ എന്തെല്ലാം കിട്ടിയോ അത് ഇന്നും ഇവിടെ വെച്ച് നവീകരിച്ച് വാങ്ങാൻ പറ്റും. എങ്ങനെ? മാമോദീസായിലെ വിശ്വാസം ഞാൻ എപ്പോഴെല്ലാം ഏറ്റുപറയുന്നോ അപ്പോൾ മാമോദീസായുടെ മുഴുവൻ ഇമ്പാക്റ്റും എന്നിലേക്ക് വരും. മാമോദീസായിലെ വാഗ്ദാനം ഏറ്റുപറയാൻ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും എളുപ്പത്തിലുള്ള വഴിയാണ് വിശ്വാസ പ്രമാണം. വിശുദ്ധ കുർബാനയിൽ വിശ്വാസ പ്രമാണം ചൊല്ലുന്ന സമയത്ത്
മാമോദീസായുടെ മുഴുവൻ കൃപയും നമ്മിലേക്ക് തിരിച്ചു വരിക. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? കുർബാനയ്ക്കിടയ്ക്ക് ആളുകൾ ഏറ്റവും കൂടുതൽ കോട്ടുവായി ഇടുന്നത് വിശ്വാസ പ്രമാണത്തിന്റെ സമയത്താണ്. പിന്നെ എങ്ങനെ തിരിച്ചു വരും? ഇത് തിരിച്ചു വരും ഏതാണെന്നറിയാം, മറ്റേ മായ്ച്ചു കളഞ്ഞതെല്ലാം തിരിച്ചു വരും. അപ്പോൾ അതുകൊണ്ട് മാമോദീസായിലെ കൃപാവരം ഉജ്ജ്വലിക്കുന്നത്, അതുകൊണ്ടാണ് ഈ വിശ്വാസ പ്രമാണം ചൊല്ലുന്നത് വലിയ അഭിഷേകമാണ്. ബന്ധനങ്ങൾ പെട്ടെന്ന് അഴിയും. കാരണം എന്താ? വിശ്വാസം പ്രഖ്യാപിക്കുമ്പോൾ, വിശ്വാസം ഏറ്റുപറയുമ്പോൾ നമുക്കെതിരെ നിൽക്കുന്നതെല്ലാം ക്യാൻസൽ ചെയ്യപ്പെടും. ഹല്ലേലൂയ. നിങ്ങൾക്കൊരു ജീവൻ ഉണ്ടാവുന്നില്ലേ ഇത് കേൾക്കുമ്പോൾ? അതായത് യഥാർത്ഥത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കും, നമുക്കെതിരെ എന്തെല്ലാം നിയമങ്ങൾ, ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. 2 കണ്ടീഷനുണ്ട്. വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ നമുക്കെതിരെ നിൽക്കുന്ന സകല സാധനവും ക്യാൻസലായി പോവാൻ യേശു 2 കണ്ടീഷനേ വെച്ചിട്ടുള്ളൂ. എന്താണ് 2 കണ്ടീഷൻ? ഒന്ന്, യേശുക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്ത പാപപരിഹാര ബലിയിൽ നമ്മൾ വിശ്വസിക്കണം. രണ്ടാമത്തേത്, നമ്മൾ പാപത്തെക്കുറിച്ച് അനുതപിക്കണം. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അനുതപിക്കണം. 2, യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം. ഈ 2 കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ വിശ്വാസ പ്രമാണം എപ്പോൾ ചൊല്ലിയാലും നമ്മുടെ മേലുള്ള എല്ലാ ശാപത്തിൻ്റെ നിയമങ്ങളും ക്യാൻസൽ ചെയ്യപ്പെടും. ഹല്ലേലൂയ. കണ്ടീഷൻ എപ്പോഴും ഓർത്തിരിക്കണം, യേശുക്രിസ്തുവിനെ വിശ്വസിക്കണം. യേശുക്രിസ്തു എനിക്ക് വേണ്ടി ചെയ്ത രക്ഷാകര പ്രവൃത്തികളിലെല്ലാം വിശ്വസിക്കണം. രണ്ടാമത്തേത്, പാപത്തെക്കുറിച്ച്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മാസത്തിലൊരിക്കൽ കുമ്പസാരിച്ചിട്ട്, 2 ആഴ്ചയിലൊരിക്കൽ കുമ്പസാരിച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ല്. ജീവിതം അനായാസമായി മുന്നോട്ട് നീങ്ങും. എന്താണ് ശാപം? ശ്രദ്ധിക്കുക, എന്താണ് ശാപം? എന്താ ശാപം? ശാപം ഉണ്ടോ? ഉണ്ട്. സംശയിക്കൊന്നും വേണ്ട. പാപം ഉണ്ടെങ്കിൽ ശാപമുണ്ട്. പാപത്തിന് ശിക്ഷയുണ്ടെങ്കിൽ ശാപത്തിന് അതിൻ്റെ സ്വാധീനമുണ്ട്. അതുകൊണ്ട് ശാപം ഇല്ല എന്നൊന്നും ആരും വിചാരിക്കരുത്. അത് എവിടെ നമ്മൾ എഴുതപ്പെട്ട വചനം തെറ്റിച്ചിട്ടുണ്ടോ അവിടെ ശാപമുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. എവിടെ എഴുതപ്പെട്ട വചനം തെറ്റിച്ചിട്ടുണ്ടോ അവിടെ ശാപമുണ്ട്. അത് നമ്മൾ സംശയിക്കണ്ട. ഒത്തിരി ഉദാഹരണങ്ങൾ പറയാനുണ്ട്, ഒത്തിരി ഉദാഹരണം. എവിടെ എഴുതപ്പെട്ട നിയമം തെറ്റിച്ചിട്ടുണ്ടോ അവിടെ എന്തുണ്ട്? ശാപമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? അനുതപിക്കണം. നമുക്കറിയാത്ത പാപങ്ങളെക്കുറിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അറിയാവുന്ന പാപങ്ങളെല്ലാം ഏറ്റുപറയണം. അത് തെറ്റാണെന്ന് സമ്മതിക്കണം. അറിയാൻ വയ്യാത്തൊക്കെ പൊക്കോട്ടെ. അറിയാൻ വയ്യാത്തതെല്ലാം ദൈവം ക്ഷമിച്ചോളും. എപ്പോ? നമുക്കറിയാൻ വയ്യാത്തതും നമ്മൾ ഓർമ്മിക്കാത്തതുമായ സകല പാപങ്ങളും യേശു ക്ഷമിച്ചോളും. എപ്പോ? നമുക്കറിയാവുന്നതെല്ലാം ഏറ്റുപറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലായി? അറിയാൻ വയ്യാത്തത് നമ്മുടെ ഡിപ്പാർട്ട്മെൻ്റ് അല്ല. നമുക്ക് ബോധപൂർവം നമ്മുടെ തലയിൽ നമുക്കറിയാവുന്ന സകല പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റാത്തതെല്ലാം കർത്താവ് ക്ഷമിച്ചോളും. അതുകൊണ്ട് ആദ്യത്തെ കണ്ടീഷൻ ഇതാണ്, പാപങ്ങൾ ഏറ്റുപറയണം. പിന്നെ യേശുക്രിസ്തുവിനെ വിശ്വസിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? വിശ്വാസ പ്രമാണം എപ്പോൾ നമ്മൾ ചൊല്ലിയാലും അപ്പോൾ നമ്മുടെ ഞാൻ പറഞ്ഞു, എന്താണ് ശാപം? എന്താണ് ശാപം? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ശാപം എന്ന് പറഞ്ഞാൽ എന്താ? ശാപം എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. പറഞ്ഞോ, എന്താണ് ശാപം എന്ന് ഞാൻ കാണിച്ചു തരാം. അതായത് നീ അങ്ങോട്ട് തിരിഞ്ഞേക്കും, അവിടെ നിന്നാൽ മതി. അവിടെ താഴെ ഇറങ്ങി, നീ താഴെ അവിടെ നിന്നോണേ. നീ മുന്നോട്ട് പോവാണ്. നീ ഞാൻ പറയുമ്പോഴേ പോകാവോ? നീ മുന്നോട്ട് പോവാണ്. ഓക്കെ, മുന്നോട്ട് പോക്കെ. പോ 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 പോടാ. ഇവൻ എത്ര മുന്നോട്ട് പോകാൻ ശ്രമിച്ചാലും ഇവനെ മുന്നോട്ട് വിടാതെ ഭൂതകാലത്തിൽ നിന്ന്, കഴിഞ്ഞ കാലത്ത് നിന്ന് നമ്മളെ പുറകോട്ട് പിടിക്കുന്ന ഒരു ശക്തിയുടെ പേരാണ് ശാപം. എന്താ ശാപം? ഇനി എല്ലാവർക്കും എന്താ ശാപം എന്ന് മനസ്സിലായി. മുന്നോട്ട് പോടാ. യോ, നീ കൊള്ളാലോ. അതായത് ഒരു നിയമം, ബേസിക് ഫിസിക്സ് ആണിത്. എന്താണിത്? പൊക്കത്ത് നിൽക്കുന്ന ഒരുത്തനെ വലിച്ച് താഴെയിടാനാണോ, താഴെ നിൽക്കുന്ന ഒരുത്തനെ വലിച്ച് പൊക്കത്ത് കയറ്റാനാണോ പാട്? അതാണ്. അപ്പോൾ ഈ മുന്നോട്ട് പോക്കോ. അപ്പോൾ ഇവൻ മുന്നോട്ട് പോക്കോ. ഇവൻ എത്ര മുന്നോട്ട് പോകാൻ ശ്രമിച്ചാലും ഇവനെ മുന്നോട്ട് പോകാൻ അനുവദിക്കാതെ പുറകോട്ട് പിടിക്കുന്ന, അതെവിടുന്ന പുറകോട്ട് പിടിക്കുന്നത്? കഴിഞ്ഞ കാലത്തിൽ നിന്ന് നമ്മളെ പുറകോട്ട് പിടിക്കുന്ന ആ ശക്തിയുടെ പേരാണെന്ത്? ശാപം. പൊക്കോ. അപ്പോൾ അതുകൊണ്ട് ഈ ശാപം എല്ലാവരുടെയും തലയ്ക്ക് മീതെ ഉണ്ടാവാം. കഴിഞ്ഞ കാലത്തിൽ നിന്ന് നമ്മളെ ഇങ്ങനെ പുറകോട്ട് പിടിക്കരുത്. അപ്പോൾ ആ ശാപം അത് ക്യാൻസൽ ചെയ്യപ്പെടും. എപ്പോ? വിശ്വാസം
പ്രഖ്യാപിക്കുമ്പോൾ. രണ്ട് കാര്യങ്ങളാണ്. അനുദപിക്കണം ഒന്ന്, രണ്ട് വിശ്വസിക്കണം. അനുദപിക്കണം, വിശ്വസിക്കണം. അനുദപിക്കണം, വിശ്വസിക്കണം. അങ്ങനെയുള്ളവർക്ക് എന്തില്ല? ശാപത്തിന്റെ സ്വാധീനം ഇല്ല. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോ അതിന് ഇത്രയേ ഉള്ളൂ. അതായത് നമുക്ക് പാപത്തെക്കുറിച്ച് അനുദപിക്കുക, തെറ്റ് സമ്മതിക്കുക, എന്നിട്ട് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം പ്രഖ്യാപിക്കുക. അപ്പോൾ ശാപത്തിന്റെ സ്വാധീനം ക്യാൻസൽ ചെയ്യപ്പെടും. അതാണ് വായിച്ചത് കൊളോസോസ്. ഇപ്പോൾ വായിച്ച വചനം വായിച്ചേ. നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായിച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. കണ്ടോ? അവൻ എവിടാണ് ഇത് സംഭവിച്ചത്? നമ്മളിത് സ്വീകരിക്കുന്നത് മാമോദീസായിലൂടെയാണ്. നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായിച്ചു കളയുകയും, വായിക്കാം, അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. 15-ാമത്തെ വാക്യം, ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും. അവിടെ എന്തിനാണ് ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും പറയേണ്ടത്? എന്താണ് ഈ ആധിപത്യം, അധികാരം എന്നൊക്കെ പറഞ്ഞാൽ? അപ്പോൾ അത് മനസ്സിലാക്കാൻ വേറൊരു വചനം വായിക്കാം. അത് മനസ്സിലാക്കാൻ എഫേസോസ് ലേഖനം 6-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. എഫേസോസ് 6:10 മുതൽ വായിക്കാം. ഉച്ചത്തിൽ അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ. സാത്താന്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. 12, എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ്. ശ്രദ്ധിക്കുക, ആത്മീയ മണ്ഡലം. ഇവിടെ ഈ വാക്യം അവിടെ തന്നെ വെച്ചിരിക്കുക. അത് ഒന്ന് നോക്കിക്കോണേ. അതായത് ഈ 12 നിങ്ങളുടെ ബൈബിളിൽ ഒന്ന് നോക്കിക്കോണം. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആത്മീയ ഗോളം, ആത്മീയ മണ്ഡലം, സ്പിരിച്വൽ വേൾഡ്. ഈ ആത്മീയ ലോകത്ത് നമ്മുടെ ഈ ഭൗതിക ലോകത്തെ സ്വാധീനിക്കുന്ന പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, നമ്മൾ അറിയുന്നില്ലെങ്കിലും നമ്മുടെ പല കാര്യങ്ങളിലും നമ്മളെ സഹായിക്കുന്നത് ദൈവദൂതന്മാർ ഇറങ്ങി വന്നിട്ടാണ്. ഇത് നമ്മൾ കാണുന്നുണ്ടോ? കാണുന്നില്ല. നമുക്ക് നമ്മളെ പല കാര്യങ്ങളിലും നമ്മളെ സഹായിക്കുന്നത് കർത്താവിൻ്റെ ദൂതന്മാർ ഇറങ്ങി വന്നിട്ടാണ്. നമ്മൾ അറിയുന്നില്ല. അതായത് നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ പോലും ഈ ദൈവത്തിൻ്റെ ദൂതന്മാർ സാത്താനെതിരെ നമ്മുടെ അടുത്ത് നിന്ന് പടവെട്ടുന്നുണ്ട്. നമ്മൾ കാണാത്തതാണ്. നമ്മുടെ കാവൽ മാലാഖ പിശാചിനോട് യുദ്ധം ചെയ്യുന്നുണ്ട്, അരൂപികളോട് യുദ്ധം ചെയ്യുന്നുണ്ട്. നമ്മൾ കാണാത്തതാണ്. ഉദാഹരണത്തിന് തുറക്കണ്ട, ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കും. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ കർത്താവിൻ്റെ അരുളപ്പാടുമായി ഗബ്രിയേൽ മാലാഖ വരുമ്പോൾ പേർഷ്യ രാജ്യത്തിൻ്റെ അരൂപി ഗബ്രിയേലിനോട് യുദ്ധം ചെയ്തു. മിഖായേൽ അവൻ്റെ സഹായത്തിനെത്തി. അവർ രണ്ടുപേരും കൂടി പേർഷ്യ രാജ്യത്തിൻ്റെ അരൂപിയെ പരാജയപ്പെടുത്തിയിട്ടാണ് ഗബ്രിയേൽ മാലാഖ ദാനിയേലിൻ്റെ അടുത്തേക്ക് വരുന്നത്. ഞാൻ പറയുന്നത് തിരിയുന്നുണ്ടോ? നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ ഈ പേർഷ്യ രാജ്യത്തിൻ്റെ അരൂപി ഈ തടസ്സം നിൽക്കുന്ന പോലെ നമ്മൾ കാണുന്നില്ല, നമ്മൾ അറിയുന്നില്ല. പല കാര്യങ്ങളിലും ദൈവമക്കളുടെ ചുറ്റും ഈ ആത്മമണ്ഡലത്തിൽ പൈശാചിക അരൂപികൾ നിൽക്കുന്നുണ്ട്. നമ്മളതറിയാത്തതാണ്. ബുദ്ധി കൊണ്ട് ജീവിക്കുന്ന കാലത്തൊന്നും ഇത് മനസ്സിലാവത്തില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വൈദികനോട് സംസാരിക്കുകയായിരുന്നു. അപ്പം ഞാൻ അച്ഛൻ ഒരു വലിയ തകർച്ചയിലും വേദനയിലുമാണ്. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛനോട് ഒരു 6 മാസം മുമ്പ് പിശാചുണ്ടെന്ന് പറഞ്ഞാൽ അച്ഛൻ വിശ്വസിക്കത്തില്ലായിരുന്നു. ഇപ്പം അച്ഛന് മനസ്സിലായില്ല പിശാചുണ്ടെന്ന്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എനിക്കിപ്പോൾ ഉറപ്പായി പിശാചുണ്ടെന്ന്. അതായത് നമുക്ക് നമ്മൾ പലപ്പോഴും ബുദ്ധി കൊണ്ട് ജീവിക്കുന്നൊരു കാലത്ത് നമുക്കിത് മനസ്സിലാവത്തില്ല. ഈ പൈശാചിക പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ പൈശാചിക ലോകത്തെ എന്നെ ശ്രദ്ധിക്കുക. ഈ പൈശാചിക ലോകത്തെ അപ്പസ്തലൻ പറയുന്നത് 2-3 കാറ്റഗറി ആയിട്ട് പറയുകയാണ്. എന്തൊക്കെയാണ് അവിടെ പറഞ്ഞിരിക്കുന്ന കാറ്റഗറി? നമ്മുടെ പോരാട്ടം മാംസത്തോടും രക്തത്തോടും അല്ല. പിന്നെ ആർക്കെതിരെയാണ്? അവിടെ പറയുകയാണ് പ്രഭുത്വം. കണ്ടോ? 1-ാമത്തേത് പ്രഭുത്വം, 2-ാമത്തേത് ആധിപത്യം, 3 അന്ധകാര ലോകത്തിൻ്റെ അധിപൻ, 4 സ്വർഗീയ ഇടങ്ങളിൽ പ്രവർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾ. അതായത് ഈ പൈശാചിക ലോകം എന്ന് പറയുന്നത് അതിന് ഒരു ഹയറാർക്കി ഉണ്ട്. ഹയറാർക്കി എന്ന് പറഞ്ഞാൽ അതിനൊരു അധികാര ശ്രേണിയുണ്ട്. അതിൻ്റെ ഏറ്റവും ടോപ്പ് പിശാച്, പിന്നെ ഇത് ഒരു സ്ഥലത്തിൻ്റെ ടെറിട്ടോറിയൽ സ്പിരിറ്റ്സ്, ആ സ്ഥലത്തിൻ്റെ അരൂപികൾ, ചില തിന്മയുടെ അരൂപികൾ, രാജ്യത്തിൻ്റെ അരൂപികൾ, ഇങ്ങനെ ഇതിൻ്റെ ഒരു ഹയറാർക്കി ഉണ്ട്.
അതിനെയാണ് ഈ പറയും പ്രഭുത്വം, ആധിപത്യം. ഇപ്പം മാലാഖമാരുടെ ശ്രേണി പറയത്തില്ലേ, ക്രോവേന്മാര്, സ്രോപ്പന്മാര്, ജ്ഞാനാധിക്യര്, ഭദ്രാസ് എന്ന് പറയുന്ന പോലെ സാത്താന് ഇതുപോലെയുള്ള സംഘങ്ങൾ, ഡിഫറെൻറ്റ് കാറ്റഗറി ഉണ്ട് പൈശാചിക ലോകത്ത്. ഇങ്ങനെ എന്തുകൊണ്ടാണ് ഇവർക്ക് ഈ കാറ്റഗറി ഉള്ളത്? ആരാണിത്? മാലാഖമാർ അധംപതിച്ച് പിശാചായത്. മാലാഖമാർക്ക് ശ്രേണികൾ ഉള്ളതുപോലെ തന്നെ സാത്താന്യ ലോകത്തിനും ഇങ്ങനെ അധികാര ശ്രേണികളും ഡിപ്പാർട്ട്മെന്റുകളും ഡിവിഷൻസും ഉണ്ട്. ഇത്ര മനസ്സിലായോ? അതുകൊണ്ടാണ് എഫേസോസ് 2:2 പറയുന്നത്, അനുസരണക്കേടിന്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അന്തരീക്ഷ ശക്തിയുടെ അധിപനെ അനുസരിച്ചുമാണ് നിങ്ങൾ. കണ്ടോ, അതൊരു കാറ്റഗറിയാണ്. അനുസരണക്കേടിന്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അന്തരീക്ഷ ശക്തിയുടെ അധിപൻ. അതുപോലെ തന്നെ ടെറിട്ടോറിയൽ സ്പിരിറ്റ്സ് ഉണ്ട്. ഉദാഹരണത്തിന് ഈശോ പിശാചിനെ പുറത്താക്കി പന്നികളിലേക്ക് അയക്കുന്ന സമയത്ത് അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങളെ ഈ സ്ഥലത്ത് നിന്ന് പുറത്താക്കരുത്, ഈ ടെറിട്ടറിയിൽ നിന്ന് പുറത്താക്കരുത്. അതെന്താണ്? ആ പിശാചിന് ആ ടെറിട്ടറിയിൽ മാത്രമാണ് അധികാരം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് കൊല്ലം ജില്ലാ കളക്ടറിന് തിരുവനന്തപുരത്ത് കളക്ടറിൻ്റെ അധികാരമില്ല. കാരണം അത് ആ ടെറിറ്ററിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അമേരിക്കൻ പ്രസിഡന്റിന് അമേരിക്കൻ ജനതയുടെ മേലാണ് അധികാരം, ഇന്ത്യൻ ജനതയുടെ മേലല്ല. ടെറിറ്റോറിയലാണ് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് സാത്താൻ ടെറിറ്റോറിയൽ സ്പിരിറ്റ്സ് ഉണ്ട്. ഇങ്ങനെ പല സ്പിരിറ്റ്സും ഉണ്ട്. നമുക്ക് സ്പിരിറ്റ്സിനെ കുറിച്ചുള്ള ഗവേഷണം അല്ല നമ്മൾ നടത്തേണ്ടത്, നമ്മളിത് അറിഞ്ഞിരിക്കുക. അതുകൊണ്ട് ഇത്തരം ആധിപത്യങ്ങളെയെല്ലാം, ഇതാണ് ആധിപത്യം എന്ന് പറഞ്ഞാൽ, പല രീതിയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പല മേഖലകളെ സ്വാധീനിക്കുന്ന വിവിധ അരൂപികൾ. ഇനി കൊളോസോസ് 2 തിരിച്ചു വാ. അങ്ങനെയുള്ള എല്ലാ അരൂപികളെയും എന്ത് ചെയ്തു? ജ്ഞാനസ്നാനത്തിൽ സംഭവിച്ച കാര്യമാണ് പറയുന്നത്. വായിക്കാം. കൊളോസോസ് 2:14 വായിക്കാം. നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. അടുത്തത്, ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി. അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളനാപാത്രങ്ങളാക്കി. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ ആളുകൾ സംശയിക്കും, ഇത് ഇങ്ങനെയൊക്കെ, ഇതൊക്കെ ഉമ്മാരൊക്കെ വെറുതെ ഉണ്ടാക്കി പറയുന്നതായിരിക്കും എന്ന് ആളുകൾ വിചാരിക്കും. ഞാൻ 2017 നടന്നൊരു സംഭവം പറയാം. 2017 അന്ന് ഈ മൗണ്ട് കാർമലിൻ്റെ കല്ലൊക്കെ ഇട്ടതേ ഉള്ളൂ, പണിയൊക്കെ ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇവിടുന്ന് മണ്ണ് മാറ്റുന്ന കാര്യമൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ സമയത്ത് ഞാൻ പിതാവ് ആവശ്യപ്പെട്ടതനുസരിച്ച് ഖത്തറിൽ ഒരു 1.5 മാസത്തേക്ക് പോയി താമസിച്ചു. അങ്ങനെ ആ ഖത്തറിൽ താമസിക്കുന്ന സമയത്ത് ഒത്തിരി പേരിങ്ങനെ പല സമയത്തും പ്രാർത്ഥിക്കാനൊക്കെ വരുമായിരുന്നു. അങ്ങനെ ഞാൻ അവരെയൊക്കെ കണ്ട് പ്രാർത്ഥിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. വേറെ ജോലിയൊന്നും ഇല്ല, അങ്ങനെ ഇരിക്കുക തന്നെ ഉള്ളതാനും. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്നോട് നേഴ്സുമാർ കൂട്ടമായിട്ട് വന്നിട്ട് ഒരിക്കൽ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ, ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ മിനിസ്ട്രിയിൽ നിന്ന് ഏതാണ്ട് 250ഓളം മലയാളി നേഴ്സുമാരെ പിരിച്ചുവിടാനായിട്ട് മെമ്മോ കൊടുത്തിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അടുത്ത മാസം മുതൽ അവർക്ക് ജോലിയില്ല. ഇന്നത്തെ അവസ്ഥ എനിക്ക് അറിഞ്ഞുകൂടാ. അന്ന് ഗൾഫ് രാജ്യങ്ങളിലും ഒക്കെ ജോലി ചെയ്തിരുന്ന നേഴ്സുമാരുടെ അവസ്ഥ 2017 അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, കിടപ്പാടം വരെ പണയപ്പെടുത്തി വാങ്ങിക്കാവുന്ന കടം മുഴുവൻ വാങ്ങി ഗൾഫ് രാജ്യങ്ങളിൽ പോയി ജോലി വാങ്ങിച്ച ആളുകളാണ്. പ്രത്യേകിച്ച് മിനിസ്ട്രിയിലൊക്കെ ജോലി കിട്ടാൻ ലക്ഷങ്ങൾ കൊടുത്തിട്ടാണ് ഇവർ ജോലി വാങ്ങിച്ചത്. അതിലെ പല ആളുകളും, ഞാൻ അവർ പല നേഴ്സുമാരെയും കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. അവർ കല്യാണം കഴിച്ചിട്ടില്ല. 35, 38, 40, 45 വയസ്സൊക്കെ ഉള്ള നേഴ്സുമാരെ ഞാൻ കണ്ടു, കല്യാണം കഴിച്ചിട്ടില്ല. എന്താ കല്യാണം കഴിക്കാത്തത്? എൻ്റെ അച്ഛാ, അതുപോലെ ബാധ്യത വരുത്തിയിട്ടാണ് നാട്ടിൽ നിന്ന് വന്നിരിക്കുന്നത്. ഈ കിടപ്പാടം വരെ പണയപ്പെടുത്തിയിട്ടാണ്. ഇനി ഈ ജോലി ഒന്ന് ശരിയായി കടമൊക്കെ വീട്ടിയിട്ട് വേണം കല്യാണത്തെക്കുറിച്ച് ആലോചിക്കാൻ. വയസ്സ് 45, 40, 38 അങ്ങനെയുള്ള അനേകം പേരെ അവിടെ വെച്ച് ഞാൻ കണ്ടു. ഈ നഴ്സുമാരാണ് വന്ന് പറയുന്നത്, അച്ഛാ, ഞങ്ങളെ അടുത്ത മാസം തൊട്ട് പിരിച്ചു വിട്ടിരിക്കുകയാണ്, മെമ്മോ കിട്ടി, ഇനി 1 മാസം കൂടെ ജോലി ചെയ്യാം. ഞങ്ങളൊരു ആരാധന വെക്കുമ്പോൾ ദുഃഖം കൊണ്ട്, ഹൃദയഭാരം കൊണ്ട്, ഹൃദയവേദന കൊണ്ട് ഈ നേഴ്സുമാർ ബോധം കെട്ട് വീഴുകയാണ്. തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവെന്ന് പറയുമ്പോൾ താഴെ വീഴുകയല്ല, വേദന കൊണ്ട് ഹൃദയം പൊട്ടി ഈ സഹിക്കാൻ പറ്റാത്ത വേദന വരുമ്പോൾ താഴെ പോത്തില്ല ആളുകൾ. അങ്ങനെ കിടന്ന് ബോധം കെട്ട് കിടക്കുകയാണ്, അലമുറയിട്ട് കരയുകയാണ്. എന്നെ അത് വല്ലാതെ വേദനിപ്പിച്ചു. ഞാൻ ഓർത്തു, ദൈവമേ, ഞാനൊരു അശരണനും ബലഹീനനും പാപിയും, ഞാൻ ഈ 200-250 നേഴ്സുമാർക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കാനുള്ള പാങ്ങൊന്നും എൻ്റെ കയ്യിലില്ല. ഞാൻ എന്ത് ചെയ്യും? എനിക്ക് കർത്താവ് ആ 1.5 മാസം എന്നെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചായിരുന്നു. കാരണം ഞാൻ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന്,
പിന്നെ ഭയങ്കര ചൂടായിരുന്നു അവിടെ, 50 ഡിഗ്രി ചൂടാണ് പകല്. പുറത്തൊന്നും ഇറങ്ങിയൊന്നും പോകാനൊന്നും പറ്റില്ല. അതുകൊണ്ട് മുഴുവൻ സമയം ഞാൻ അകത്ത് അടച്ചിരുന്ന് ബൈബിള് വായിച്ച് പ്രാർത്ഥിച്ച് പഠിച്ച് അങ്ങനെയാണ് ആ സമയം മുഴുവൻ ചെലവഴിച്ചത്. ആ കാലഘട്ടങ്ങളിൽ കർത്താവ് എന്നെ, ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞില്ലേ, ആധിപത്യം, അധികാരം, അന്ധകാര ലോകത്തിൻ്റെ അധിപൻ, ടെറിറ്റോറിയൽ സ്പിരിറ്റ്, ദേശത്തിൻ്റെ അരൂപി, ഇതെല്ലാം എന്നെ ആ കാലയളവിൽ അവിടെ വെച്ച് കർത്താവ് പഠിപ്പിച്ചു തന്നാണ്. അപ്പം അന്ന് ഞാൻ ഇതിനെക്കുറിച്ചെല്ലാം കൂടുതൽ പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് കർത്താവിൻ്റെ ആത്മാവ്, ഞാൻ ദിവ്യാരണ്യ സന്നിധിയിലിരുന്ന് ചോദിച്ചു കർത്താവിനോട്, എന്താ ദൈവമേ, ഈ ജനത്തിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കർത്താവ് എനിക്ക് വ്യക്തമായ മറുപടി തന്നു, ദേശത്തിൻ്റെ അരൂപിയെ ബന്ധിച്ച് പ്രാർത്ഥിക്കുക. അതെങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാന്ന്. എങ്ങനെയാണ് ദേശത്തിൻ്റെ അരൂപിയെ ബന്ധിക്കുക? അതിനെന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഞാൻ അങ്ങനെ ഇരുന്ന് കർത്താവ് തന്ന ആലോചനകൾ അനുസരിച്ച് ഞാൻ കുറച്ച് ദിവസം പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഈ പറയുന്ന ആളുകളെല്ലാം അറിയിച്ചു. നേഴ്സസ് മിനിസ്ട്രി അറിയിച്ചു, ജീസസ് യൂത്തിനെ അറിയിച്ചു, അതുപോലെ തന്നെ അവിടെയുള്ള പള്ളികളിൽ അറിയിച്ചു, പിന്നെ പ്രാർത്ഥനാ കൂട്ടായ്മകളുണ്ട് അവരെ അറിയിച്ചു. 3 രീതിയിലുള്ള എല്ലാ ആളുകളെയും ഞാനിങ്ങനെ അറിയിച്ചു. നമ്മൾ ഒരു വെള്ളിയാഴ്ച ദിവസം നമ്മൾ ഇങ്ങനെ ഈ ദേശത്തിൻ്റെ അരൂപിയെ ബന്ധിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. അപ്പോൾ അതിനൊരുക്കമായിട്ട് നിങ്ങളെല്ലാം കുമ്പസാരിച്ചൊരുങ്ങാൻ പറഞ്ഞു. വൈകുന്നേരങ്ങളിലെല്ലാം ഞാൻ ആളുകൾക്ക് പ്രബോധനം കൊടുത്തു. അങ്ങനെ ആളുകൾ വന്നു, ഒരുങ്ങി, അവർ പല സ്ഥലങ്ങളിൽ പല പള്ളികളിൽ പോയി എല്ലാവരും കുമ്പസാരിച്ച്, ഞങ്ങളും കുമ്പസാരിപ്പിച്ച്, അങ്ങനെ എല്ലാവരും ഒരുങ്ങി ഒരു വെള്ളിയാഴ്ച ദിവസം നമ്മളൊരു ആരാധന വെച്ച്, വിശുദ്ധ കുർബാന അർപ്പിച്ച് ആരാധനയും വെച്ച് ഉച്ചവരെ ഇതുപോലെ ഒരു ശുശ്രൂഷ ചെയ്ത് ആരാധനയിൽ ഈ ദൈവമേ, ഈ ദേശത്തിൻ്റെ അരൂപിയെ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് നിർവീര്യമാക്കി. നിങ്ങൾക്ക് കേൾക്കണോ? ഖത്തറിൽ വല്ലവരും ഉണ്ടെങ്കിൽ, ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ ഡിസംബറിൽ ഖത്തറിൽ പോയിരുന്നു കൺവെൻഷന്. ഇപ്പോഴും ഞാൻ അവിടെ ചെല്ലുമ്പോൾ ആളുകൾ എന്നോട് പറഞ്ഞു, എന്നെ അവിടുന്ന് എയർപോർട്ടിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ വികാരിച്ചൻ എന്നോട് പറഞ്ഞു, ഇപ്പോഴും ആളുകൾ പറയും ഡാനിയലച്ചാന്ന് പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയാമോ? ആ ദേശത്തിൻ്റെ അരൂപിയെ ബന്ധിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ പിറ്റേ ദിവസം ആ നേഴ്സുമാരെ മുഴുവൻ മിനിസ്ട്രി തിരിച്ചെടുത്തു. പറഞ്ഞ ഹല്ലേലൂയ. അതായത് നമ്മൾ ഇത് പറയുമ്പോൾ ചിലപ്പോൾ ആളുകൾ ഈ ദേശത്തിൻ്റെ അരൂപി വിശ്വസിക്കത്തില്ല. ഈ ഫോഴ്സ് നമുക്കെതിരെ നിൽപ്പുണ്ട്, ഫോഴ്സ്. ദൈവം അത് ഒരു പക്ഷേ എനിക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടിയായിരിക്കും, ചിലപ്പോൾ അവരെ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനായിരിക്കും, എന്തും ആവട്ടെ, ഇങ്ങനെ ചില സംഭവങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ മാമോദീസായിൽ നമുക്ക് കിട്ടിയ ഒരു അധികാരത്തെക്കുറിച്ച് അവെയറായിരിക്കണം. എന്താണ് അധികാരം? ആധിപത്യങ്ങളെയും. വായിക്ക് 15-ാമത്തെ വാക്യം. നമുക്ക് ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി, അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളനാപാത്രങ്ങളാക്കി. കണ്ടോ? അതായത് ഏതെങ്കിലും ഒരു പാപത്തിലൂടെ ഒരു പൈശാചിക സ്വാധീനം നമ്മുടെ മേൽ അവകാശം ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാമോദീസായിൽ യേശു എന്തു ചെയ്തു? അവയുടെ മേൽ വിജയം ആഘോഷിച്ച് അവയെ നിരായുധമാക്കി എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ നമുക്കെതിരെ ഉപയോഗിക്കാൻ പറ്റുന്ന ആയുധം ഇപ്പോൾ ഇല്ല. ഡിസ്ആം ചെയ്തു, അവരെ നിരായുധമാക്കി, അവരുടെ കയ്യിൽ ആയുധം ഇല്ലാതാക്കി. നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒരു വ്യക്തി, ശ്രദ്ധിച്ചു കേൾക്കണം, ഒരു വ്യക്തി പാപത്തെക്കുറിച്ച് അനുതപിച്ച്, ഒരു വ്യക്തി യേശുക്രിസ്തുവിലുള്ള വിശ്വാസം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിലുള്ള വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുമ്പോൾ 2 കാര്യങ്ങൾ സംഭവിക്കും. 1, അയാൾക്ക് പാപമോചനം കിട്ടും. 2, അയാൾക്കെതിരെ നിന്ന ശാപങ്ങളും പൈശാചിക അവകാശങ്ങളും ഇല്ലാതാവും. പറഞ്ഞേ ഹല്ലേലൂയാ. അവിടെ അതുകൊണ്ടാണ് നമ്മൾ കുർബാനയ്ക്ക്, വിശുദ്ധ കുർബാനയ്ക്കൊക്കെ നിന്ന് വിശ്വാസ പ്രമാണം ആ ബോധ്യത്തോടെ ചൊല്ലേണ്ടത്. ഞാൻ വിശ്വസിക്കുന്നു. ഇത് വിശ്വസിക്കുമ്പോൾ കെട്ടഴിയും. ഇതിന് വേറെ കുറുക്ക് വഴിയൊന്നുമില്ല. ഇതിനുവേണ്ടി നിങ്ങൾ മല കയറാനൊന്നും പോകണ്ട. വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നു. കാരണം യേശുക്രിസ്തു എൻ്റെ രക്ഷകനാണെന്ന് ഞാൻ, യേശു എനിക്ക് പകരം മരിച്ചുവെന്ന് ഞാൻ, യേശുവിൻ്റെ പാപം ക്ഷമിച്ചുവെന്ന് ഞാൻ, എൻ്റെ മേലുള്ള സാത്താൻ്റെ അവകാശത്തെ യേശു എടുത്തു മാറ്റിയെന്ന് ഞാൻ. ഹല്ലേലൂയാ. അപ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിന്നേ. നമുക്ക് ആ വിശ്വാസ പ്രഖ്യാപനം ഞാൻ ചൊല്ലിത്തരാം, നിങ്ങൾ ഏറ്റുപറയണം. അങ്ങനെ നമുക്കൊന്ന് വിശ്വാസം പ്രഖ്യാപിച്ച് ആ വിശ്വാസത്തിൻ്റെ ശക്തിയിൽ നിങ്ങൾ ഒന്ന് എഴുന്നേറ്റോ. കാരണം ഒരുപാട് പേര് അവരവരുടെ കാല് കണ്ടുപിടിക്കാൻ പാടുപെടുന്നത് ഞാൻ കാണുന്നു. സ്വന്തം കാലുമായിട്ട് എഴുന്നേറ്റ് നിൽക്കുക, സ്വന്തം കാലുമായിട്ട്. ഓക്കെ. അപ്പോൾ കുറച്ച് മുന്നോട്ട് നിന്നോ, ഇവിടെ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഈ ചേച്ചിമാർ, മക്കളെ ഇതിവിടെ സ്ഥലമുണ്ടല്ലോ, കുറച്ചുകൂടെ മുന്നോട്ടിരുന്നു, ഒരല്പം കൂടെ. നിങ്ങളുടെ അപ്പനും അമ്മയ്ക്കും ഒക്കെ കാല് നഷ്ടപ്പെടും. ഓക്കെ. ഇനി എന്നിട്ട് കുറച്ച് അങ്ങനെ നടുക്കോട്ട് കയറി നിന്നോ. ആരാധനയുടെ സമയമാകുമ്പോൾ പിന്നെ ഒതുങ്ങിയാൽ മതി. കുറച്ച് ഈ മധ്യഭാഗത്തൊക്കെ കയറി നിന്നോ, അവിടെ സ്ഥലമില്ലെങ്കിൽ. കാരണം കാല് കൈയൊന്നും വയ്യാത്തതൊക്കെയാണല്ലോ വന്നിരിക്കുന്നത്. ഓക്കെ.
ഹല്ലേലൂയാ. നിങ്ങൾ വിഷമിക്കേണ്ട, അത് അധികം താമസിക്കാതെ ഇത് കാർപ്പറ്റ് ഒട്ടിക്കും കേട്ടോ. ഇനി അടുത്ത പ്രാവശ്യം തൊട്ട് വരുമ്പോൾ ഈ കാലുവേദന കുറച്ച് കുറയും. ഇത് ഈ ടൈലിനകത്ത് ഇരിക്കുന്നതുകൊണ്ടാണ്. ഇന്ന് പോകുമ്പോൾ അതനുസരിച്ച് വല്ലതും കൊടുത്തിട്ട് പോയാൽ മതി. അടുത്ത മാസം പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ ഞാൻ ചൊല്ലിത്തരാം. നിങ്ങൾ വിശ്വാസത്തോടെ ശക്തമായിട്ട് നമുക്കൊന്ന് ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കണം. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, അങ്ങയെ എൻ്റെ രക്ഷകനായി, നാഥനായി, ദൈവമായി, കർത്താവായി ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ഏറ്റുപറയുന്നു, ഞാൻ ആരാധിക്കുന്നു സാത്താനെയും അവന്റെ എല്ലാ സ്വാധീനങ്ങളെയും സാത്താന്റെ എല്ലാ ആഡംബരങ്ങളെയും ഞാൻ ഉപേക്ഷിക്കുന്നു. ഞാനോ എൻ്റെ മാതാപിതാക്കളോ എൻ്റെ പൂർവികരോ കുടുംബത്തിൽപ്പെട്ടവരോ പിശാചുമായോ അവന്റെ സേവകരുമായോ ഏതെങ്കിലും തരത്തിലുള്ള ഉടമ്പടികളിലോ കരാറുകളിലോ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ യേശുനാമത്തിൽ ആ ഉടമ്പടികളെ കരാറുകളെ ഞാൻ ഉപേക്ഷിക്കുകയും നിഷേധിക്കുകയും തള്ളിപ്പറയുകയും ചെയ്യുന്നു. യേശുക്രിസ്തുവിനെ ഏകരക്ഷകനായി ഞാൻ ഏറ്റുപറയുന്നു. യേശുവിന്റെ നാമത്തിൽ സകല ശാപങ്ങളിൽ നിന്നും സകല പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും ഞാനിതാ പുറത്തു കടക്കുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഒരു 10 പേര് നമ്മുടെ സ്വരം കേട്ടോട്ടെ. കണ്ണടച്ച് എത്രത്തോളം ഉച്ചത്തിൽ സ്തുതിക്കാൻ കഴിയുമോ സ്തുതിക്കട്ടെ. യേശുവേ ആരാധിക്കുന്നു, 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 സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കർത്താവേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിക്കുന്നു ഈശോയേ, ശക്തികൾ, പൈശാചിക ശക്തികൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ കൂട്ടായ്മയിൽ നിന്ന് കുടുംബങ്ങളിൽ നിന്ന് മാറിപ്പോവാൻ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ഇരിക്കാമോ? പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മറക്കരുത്. ശാപത്തിന് ശക്തിയുണ്ടോ? എന്താണ് ശാപം? ഭൂതകാലത്തിൽ നിന്ന് നമ്മെ പുറകോട്ട് വലിക്കുന്ന, മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന നമ്മളെ പുറകോട്ട് വലിക്കുന്ന ആ പാസ്റ്റിൽ നിന്ന് നമ്മുടെ നേരെ നീണ്ടുവരുന്ന ആ കൈയുടെ പേരാണ് എന്ത്? ശാപം. ആ ശാപം യേശുക്രിസ്തു തൻ്റെ കുരിശിൽ ഇല്ലാതാക്കി. ആ കുരിശ് മരണത്തിൻ്റെ യോഗ്യതയാൽ ശാപത്തിൻ്റെ സ്വാധീനങ്ങൾ നമ്മളിൽ നിന്ന് മാറിപ്പോകുന്നത് 2 കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ നമ്മുടെ പാപങ്ങളെക്കുറിച്ച് അനുതപിക്കുകയും യേശുക്രിസ്തുവിലുള്ള വിശ്വാസം പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോൾ ശാപശക്തികൾ ക്യാൻസൽ ചെയ്യപ്പെടും. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അതായത് നിങ്ങൾ ഈ കാര്യം മാത്രം നിങ്ങൾ ഹൃദയത്തിൽ ഏറ്റെടുക്കുക. അതായത് നമ്മളെ പോലും അറിയാതെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മളെ പുറകോട്ട് വലിക്കുന്ന ശക്തിയുണ്ട്. ഉണ്ടോ ഇല്ലയോ? അതുണ്ടെന്നുള്ളതിന് ഇനി ആർക്കും തെളിവൊന്നും ആവശ്യമില്ല. ഓരോരുത്തർക്കും അറിയാം. നമ്മൾ ഇന്നൊരു കാര്യത്തിന് അങ്ങോട്ട് മുന്നോട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ എന്തോ ഒരു കാര്യം, എവിടോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. പറഞ്ഞേ ഹല്ലേലൂയാ. ഇത് ഒരുപാട് വിശ്വാസത്തിൽ ആഴപ്പെടാത്ത മിക്കവാറും എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ അവർക്ക് ഇത് അനുഭവിക്കാൻ പറ്റും. ഒറ്റ വഴിയേ ഉള്ളൂ, നിരന്തരമായ അനുതാപത്തിൽ ജീവിക്കുക. പാപങ്ങളെക്കുറിച്ച് ഒരിക്കൽ പോലും ന്യായീകരിക്കാതിരിക്കുക. പാപം ഏറ്റുപറയുക. 2ാമത്തെ കാര്യം, ക്രിസ്തുവിലുള്ള വിശ്വാസം പ്രഖ്യാപിക്കുക. വിശ്വാസ പ്രമാണം ചൊല്ലുന്നത് ഒരു നിസ്സാര കാര്യമാണെന്ന് വിചാരിക്കരുത്. കുർബാനയിൽ കുറച്ചുകൂടെ സമയം കുറച്ചുകൂടെ ഇത്തിരി ഒന്ന് കൊഴുത്തോട്ടെന്നോർത്ത് വിശ്വാസ പ്രമാണം വെച്ചിരിക്കുന്നതല്ല. മാമോദീസായിലെ കൃപാവരങ്ങൾ നവീകരിക്കപ്പെടുന്നത് വിശുദ്ധ കുർബാനയിൽ വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോഴാണ്. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, മലങ്കര കുർബാനയിൽ ഇന്ന് കുർബാന അർപ്പിക്കുമ്പോൾ ശ്രദ്ധിച്ചോണം. നമ്മൾ വിശ്വാസ പ്രമാണം
ചൊല്ലുന്നതിന് തൊട്ടു മുമ്പ് അച്ഛൻ പ്രാർത്ഥിക്കും, ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും. കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും. വിശ്വാസ പ്രമാണം ചൊല്ലുകയാണ്. അത് കഴിഞ്ഞിട്ട് ആ വിശ്വാസ പ്രമാണം ചൊല്ലിക്കഴിഞ്ഞാണ് പിന്നെ നമ്മൾ യഥാർത്ഥ കുർബാനയിലേക്ക്, അനാഫറയിലേക്ക് കയറുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വാസ പ്രമാണത്തെ നിസ്സാരം. അതുകൊണ്ട് കൂടി നമ്മൾ കണ്ടില്ലേ, 33 തവണ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെയൊക്കെ പ്രാർത്ഥനാ രീതികളില്ലേ? വിശ്വാസ പ്രമാണം ചൊല്ലണം. പറഞ്ഞേ ഹല്ലേലൂയ. റോമാലേഖനം 6-ാം അധ്യായത്തിലാണ് നമ്മൾ, അവിടുന്നാണ് നമ്മൾ ജ്ഞാനസ്നാനത്തെക്കുറിച്ച് സംസാരിച്ചപ്പോഴാണ് കൊളോസോസ് ലേഖനത്തിലേക്ക് എത്തിയത്. ഇനി നമുക്ക് അടുത്ത വാക്യം വായിക്കാം. അങ്ങനെ എന്ത് ചെയ്തു? നമ്മൾ യേശുക്രിസ്തുവിനോട് കൂടെ എന്ത് ചെയ്തു? യേശുക്രിസ്തുവിനോട് കൂടെ മരിച്ച് അടക്കപ്പെട്ടു ജ്ഞാനസ്നാനത്തിൽ, അല്ലേ? അങ്ങനെ ഇനി വായിക്കാം 6-ാമത്തെ വാക്യം. 6:6 ഉറക്കെ വായിക്കാം. റോമർ 6:6 വായിച്ചേ. നാം ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കത്തക്ക 6:6 നാം ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കത്തക്ക വിധം പാപപൂർണമായ ശരീരത്തെ നശിപ്പിക്കാൻ വേണ്ടി നമ്മിലെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണെന്ന് നമുക്ക് അറിയാമല്ലോ. അതുകൊണ്ട് ഇനി നമ്മളൊരു കാര്യം ചർച്ച ചെയ്യാൻ പോവുകയാണ്. അപ്പോസ്തലൻ ഒരു പുതിയ ആശയം നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. എന്താണ്? നമ്മൾ മാമോദീസ സ്വീകരിച്ച നമ്മുടെ ഐഡന്റിറ്റി എന്താണ്? നമ്മുടെ ഐഡന്റിറ്റി, മാമോദീസ സ്വീകരിച്ച നമ്മൾ ഇനി നമ്മളെ കാണേണ്ടത് ആരായിട്ടാണ്? കുരിശിൽ തറയ്ക്കപ്പെട്ട് കിടക്കുന്ന ഒരാളായിട്ടാണ്. ഇതൊന്ന് മനസ്സിലൊന്ന് പതിപ്പിക്ക്. സാധാരണ കേൾക്കുകയും വായിക്കുകയും ഒന്നും ചെയ്യുന്ന കാര്യങ്ങളല്ല. ഇതൊക്കെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞാലേ ബോധ്യങ്ങളിൽ നിന്നേ നല്ല ജീവിതം ഉണ്ടാവും. അപ്പം അതുകൊണ്ട് മനസ്സിൽ നല്ലതുപോലെ പതിയണം. ഒരാൾ മാമോദീസ സ്വീകരിക്കുന്നതോടുകൂടി അയാളുടെ ഐഡന്റിറ്റി ഇനി മുതൽ എന്താണ്? അയാൾ കുരിശിൽ തറയ്ക്കപ്പെട്ട് കിടക്കുന്ന ഒരാളാണ്. എന്താണ് അയാൾ കുരിശിൽ തറച്ചിരിക്കുന്നത്? പഴയ മനുഷ്യനെ. അങ്ങനല്ലേ അവിടെ പറഞ്ഞിരിക്കുന്നത്? നാം ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കത്തക്ക വിധം പാപപൂർണമായ ശരീരത്തെ നശിപ്പിക്കാൻ വേണ്ടി നമ്മിലെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണെന്ന് നമുക്ക് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. നമുക്ക് ആത്മീയ ലോകത്തിൽ ഒത്തിരി പേർക്ക് ആശയക്കുഴപ്പമുള്ള ഒരു മേഖല ഞാൻ പറയാൻ പോവാണ്. ഇപ്പോൾ എക്സ്ട്രീം ഉദാഹരണങ്ങൾ എക്സ്ട്രീം ഉദാഹരണങ്ങൾ പറയുമ്പോൾ ക്ഷമിക്കണം. എക്സ്ട്രീം ഉദാഹരണം പറയുന്നത് മനസ്സിലാൻ വേണ്ടിയാണ്. അങ്ങേറ്റത്തെ ഉദാഹരണം പറയത്തുള്ളൂ പറയുമ്പോൾ, കേട്ടോ. ഇപ്പം ഞാൻ ഇവിടെ നിൽക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര വ്യഭിചാരാസക്തി തോന്നുകയാണ്. എക്സ്ട്രീം ഉദാഹരണമാണ്, എന്നോട് ക്ഷമിക്കണം. ഞാൻ ഇവിടെ നിൽക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ലസ്റ്റ് തോന്നുന്നു. ലസ്റ്റ്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ചേക്കെ, ഡാനിയേൽ അച്ഛൻ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. ആ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുള്ളിക്ക് എന്നാ വരുന്നു? വ്യഭിചാരാസക്തി വരുന്നു. അപ്പം ഇത് കൊണ്ടുവരുന്ന ആരാ? പറ. സാത്താൻ, അല്ലേ? ആ ധാരണയാണ് തെറ്റിക്കേണ്ടത്. അതായത് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഒരുപാട് പേര് വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇത്തരം പാപപ്രലോഭനങ്ങൾ വരുന്നത് മുഴുവൻ ആരിൽ നിന്നാണെന്നാണ്? പിശാച്. എന്നാൽ അത് പിശാചി എന്നല്ല. അവിടെയാണ് നമ്മൾ ഈ ബൈബിൾ അവതരിപ്പിക്കുന്ന ഒരു വ്യത്യാസമുണ്ട്. രണ്ട് കാര്യങ്ങളെ ബൈബിൾ വേർതിരിച്ച, ഒന്ന് പിശാചിൽ നിന്ന് വരുന്നത് ഒന്ന്, ശരീരത്തിൽ നിന്ന് വരുന്നത് വേറൊന്ന്, ജഡത്തിൽ നിന്ന് വരുന്നത് വേറൊന്ന്. അതായത് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, സത്യം പറഞ്ഞാൽ സാത്താന് വെളിയിൽ നിന്നൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല നമ്മുടെ കാര്യത്തിൽ. കാരണം എന്താ? നമ്മളെ നശിപ്പിക്കാനുള്ളത് മുഴുവൻ നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി ഉണ്ട്. ഇനി പിശാച് വേറെന്തെങ്കിലും കണ്ടുപിടിച്ചൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. നമ്മളെ നശിപ്പിക്കാനുള്ള, നമ്മളെ നരകത്തിൽ കൊണ്ടുപോകാനുള്ള എല്ലാ ഇന്ധനവും എല്ലാ റിസോഴ്സും ഓൾറെഡി നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ട്. അതായത് വീണുപോയ ഈ മനുഷ്യ പ്രകൃതിയിൽ മനുഷ്യൻ്റെ അകത്ത് ഒരുപാട് പാപം കിടപ്പുണ്ട്. ഉണ്ടോ? അപ്പം അതുകൊണ്ട് അത്യാഗ്രഹം, കോപം, വൈരാഗ്യം, മോഹം, ആസക്തി, അശുദ്ധി ഇതെല്ലാം വരുന്നത് വെളിയിൽ നിന്ന് വരുന്നതല്ല. ഇതൊക്കെ മനുഷ്യന്റെ ശരീരത്തിൽ ഓൾറെഡി ഇതിന്റെ സാധനം കിടപ്പുണ്ട്. ഉണ്ടോ? ഉണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, ഡാനിയേൽ അച്ഛൻ എത്ര ഇരുന്ന് ഇങ്ങനെ പറയാണ്, പിശാചേ നിന്നെ ഞാൻ ബന്ധിക്കുന്നു, വ്യഭിചാരത്തിന് പിശാചേ നിന്നെ ഞാൻ ബന്ധിക്കുന്നു എന്ന് പറഞ്ഞാലും ഇത് പോണമെന്നില്ല. അതിന് എന്ത് ചെയ്യണം? പിശാചിനെ ബഹിഷ്കരിക്കണം, ശരീരത്തെ കുരിശിൽ തറയ്ക്കണം. ശരീരത്തിൽ നിന്ന് വരുന്നത് പോണമെങ്കിൽ ശരീരത്തെ അഡ്രസ്സ് ചെയ്യണം. പിശാചിനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ പറ്റില്ല.
മനസ്സിലായോ? സ്പിരിച്വാലിറ്റിയിൽ നമുക്ക് സംഭവിക്കുന്ന വലിയൊരു അപകടം ഇതാണ്. അതായത് ഒത്തിരി കാര്യങ്ങളുടെ ഉത്തരവാദിത്വം സാത്താൻ്റെ തലയെ കെട്ടിവെച്ചിട്ട് നമ്മൾ പറയണം പിശാച് അങ്ങനെ കൊണ്ടുവന്നു, പിശാച് ഇങ്ങനെ ചെയ്തു, പിശാച് ഇങ്ങനെ ചെയ്തു, പിശാച് എന്നെ ഇങ്ങനെ ഉപദ്രവിച്ചു. ചുമ്മാതാ. പിശാച് വെറുതെ പാവം കുണ്ടമൻ പാലത്തിൻ്റെ മുകളിൽ നിന്ന് ആത്മഹത്യ ചെയ്യാൻ നിൽക്കുകയാണ് പിശാച്. എന്താ കാര്യം? ഈ കരിസ്മാറ്റിക് കാര്യം ഞാൻ ചെയ്തതും ചെയ്യാത്തതുമായ എല്ലാ കാര്യത്തിൻ്റെ ഉത്തരവാദിത്വം എൻ്റെ തലയെ കെട്ടിവെച്ച് ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, പിശാച് തന്നെ മരിക്കാൻ കിടക്കും. അതായത് ഒരുപാട് പിശാച് കൊണ്ടുവരുന്ന വ്യഭിചാരത്തിൻ്റെ സ്വാധീനം ഉണ്ടോ? ഉണ്ട്, അതുണ്ട്, അത് വേറെ. ഒരുമാതിരിപ്പെട്ട നമ്മളിൽ വരുന്ന കോപവും അസൂയയും മോഷണവും അത്യാഗ്രഹവും ഈ സാധനം എല്ലാം എവിടെ നിന്ന് വരുന്നതാണ്? നിങ്ങളെന്ന് ആലോചിച്ചു. ഇത് വെളിയിൽ നിന്നൊരു പിശാച് കൊണ്ടിരുന്നല്ല. ഇതൊക്കെ ഓൾറെഡി നമ്മളിലും നമ്മുടെ മാതാപിതാക്കളിലും നമ്മുടെ പൂർവികരിലും നമ്മുടെ കുടുംബത്തിലും ഒക്കെ ഉള്ള സാധനം തന്നെയാണിത്. ആണോ? ആ. അപ്പൊ ഇത് വന്ന വഴി പിശാചല്ല, ജഡമാണ്. അതുകൊണ്ട് ആത്മീയ പാഠത്തിൽ അപ്പസ്തോലന്മാർ ഒരു കാര്യം പറഞ്ഞു തന്നു. ജഡത്തിൽ നിന്ന് വരുന്നതിനെ ജഡത്തിൽ അഡ്രസ് ചെയ്യണം, ശരീരത്തിൽ നിന്ന് വരുന്നതിനെ ശരീരത്തിൽ കൈകാര്യം ചെയ്യണം. അതുകൊണ്ട് മാമോദീസായിലെ ഒരു വിശ്വാസം ഏറ്റെടുക്കണം. എന്താണ്? ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ശരീരം എപ്പോഴെല്ലാം ക്രൂശിക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് മാറാൻ ശ്രമിക്കുന്നു അപ്പോഴെല്ലാം ശരീരത്തോട് പറയണം, മര്യാദയ്ക്ക് ഇരുന്നോണം, നീ കുരിശിൽ തറയ്ക്കപ്പെട്ട ഒരാളാണ്, അതുകൊണ്ട് 10 ദിവസത്തേക്ക് ഇറച്ചി തിന്നണ്ട. അതാണ് ശരീരത്തിൻ്റെ ക്രൂശീകരണം. മനസ്സിലാവുന്നുണ്ടോ? ശരീരത്തിൽ നിന്ന് വരുന്നതിൻ്റെ സ്വാധീനം ഇല്ലാതാകണമെങ്കിൽ ശരീരത്തിൽ അതിനെ അഡ്രസ് ചെയ്യണം. അതിനാണ് സഭ നോമ്പ്, ഉപവാസം, പരിഹാരം, പ്രായശ്ചിത്തം, ഉപവാസം ഇതെല്ലാം വെച്ചിരിക്കുന്നത് ഈ ശരീരത്തെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് അപ്പസ്തോലനായ പൗലോസ് ഗലാത്യ ലേഖനത്തിൽ അദ്ദേഹം ഒരു കാര്യം പറയും. നമ്മുടെ ഐഡന്റിറ്റി, നമുക്കൊരു ക്രൂസിഫൈഡ് ഐഡന്റിറ്റിയാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. ഗലാത്യ ലേഖനത്തിൻ്റെ 5-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യം, 23-ഉം 24-ഉം വായിക്കും. 22-ഉം 23-ഉം 24-ഉം വായിക്കും. ഗലാത്യർ 5, 22, 23, 24. എന്നാൽ ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം. ഒരു കാര്യം ചെയ്യേ, 16 മുതൽ വായിക്കും. 16 മുതൽ മൊത്തത്തിൽ കിട്ടും. 16 മുതൽ വായിക്കാം. നിങ്ങളോട് ഞാൻ പറയുന്നു, ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് വ്യാപരിക്കണം, ജഡമോഹങ്ങളെ ഒരിക്കലും. അപ്പൊ ഇതാണ് ഒരു ആത്മീയ മനുഷ്യൻ ശ്രദ്ധിക്കേണ്ടത്. ശരീരത്തെ എപ്പോഴും ഈ വ്യക്തി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കണം. ശരീരത്തെ കയറൂരി വിടരുത്, ശരീരത്തെ കയറൂരി വിടരുത്. പറഞ്ഞേ ഹല്ലേലൂയാ. ഞാൻ പറയുന്നത്, എനിക്കൊരു പട്ടിയുണ്ട്. ഞാൻ കൂടെ കൊണ്ടുവരാത്തതാണ്, കൊണ്ടുവന്ന ധ്യാനകേന്ദ്രത്തിൽ ഒറ്റ മനുഷ്യൻ പിന്നെ കറത്തില്ല, അങ്ങനത്തെ പട്ടിയാണത്. അതായത് കണ്ടാൽ തന്നെ ആളുകൾക്ക് പേടി വരും. അപ്പോൾ പട്ടി, അപ്പോൾ ഈ പട്ടി ഇവിടെ വന്ന സമയത്ത് ഒരു തരത്തിൽ ഇവനൊരു മര്യാദയില്ലാത്ത പട്ടിയാണ്. ഒരു മര്യാദയില്ല. ഇങ്ങോട്ട് പാടാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകും, അങ്ങനത്തെ പട്ടി. അപ്പം ഞാൻ വളരെ വിഷമിച്ചു. എന്താണ് ദൈവമേ, ഇങ്ങനത്തെ പട്ടിയാണല്ലോ എനിക്ക് തന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ ഒരു സ്നേഹിതൻ പറഞ്ഞു, ഈ പട്ടി ഇങ്ങനെ കയറൂരി വിട്ടാൽ പറ്റില്ല, ഇതിനെ നല്ല ട്രെയിനിങ്ങിന് വിടണം. അപ്പോൾ നമ്മൾ ആ പട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കി ട്രെയിനിങ്ങിന് വിട്ട്. ട്രെയിനിങ്ങിന് പോയിട്ട് തിരിച്ചു വന്നു. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, മറ്റേന്ന് പറഞ്ഞാൽ ഭക്ഷണവും കൊണ്ട് പോയാൽ നമ്മുടെ തലയിൽ കയറി ഭക്ഷണവും ചാടി എടുത്തുകൊണ്ട് പോകുന്നവൻ ഭക്ഷണം കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇപ്പോൾ അവന് ട്രെയിനിങ് ഉണ്ട്. എന്താണ്? അവിടെ ഇരിക്കാൻ പറഞ്ഞാൽ അവിടെ ഇരിക്കും. പിന്നെന്താ പറയുന്നത്? അപ്പോൾ ഭക്ഷണമൊക്കെ എടുക്കുന്ന സമയത്ത് ചാട്ടമൊന്നുമില്ല, അവിടെ ഇരിക്കും. ഭക്ഷണം കൊണ്ടുവച്ച് കഴിഞ്ഞിട്ട് ഓക്കെ എന്ന് പറഞ്ഞാൽ കഴിക്കും. എന്തൊരു മര്യാദ! നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. മറ്റേത് ഭക്ഷണം കൊണ്ട് ധ്യാനകേന്ദ്രത്തിൻ്റെ അടുക്കളയിൽ നിന്ന് അങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെ വന്ന് അത് മറിച്ചുകൊണ്ട് വന്നവനായിരുന്നു. എന്ത് സംഭവിച്ചു? ട്രെയിനിങ്. അപ്പോൾ അതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ പന്നപ്പട്ടിക്ക് നന്നാവാകുമെങ്കിൽ പറ, ഈ പന്നപ്പട്ടിയെ മെരുക്കാമെങ്കിൽ ഈ ശരീരത്തെയും മെരുക്കാം. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ അതുകൊണ്ട് ഇത് ട്രെയിനിങ് ആണ്. ട്രെയിനിങ്. ശരീരത്തെ കയറൂരി വിടരുത്, അതിന് ട്രെയിനിങ് കൊടുക്കണം. ശരീരത്തോട് പറയണം, എന്നും അങ്ങനെ നീ ചിക്കൻ്റെ കാല് തിന്നുകൊണ്ട്
ഇരിക്കണ്ട. നിനക്കൊരു 25 ദിവസത്തേക്ക് ചിക്കൻ ഇല്ല. മര്യാദയ്ക്ക് ഇരുന്നോണം. ശരീരത്തോട് നോ പറഞ്ഞ് പഠിപ്പിക്കണം. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അതാണ് പറയുന്നത്. അപ്പൊ ഗലാത്യ ലേഖനത്തിൽ പറയാണ് ഈ ജഡത്തിന്റെ വ്യാപാരങ്ങൾ. വായിക്കാം. ഞാൻ നിങ്ങളോട് പറയുന്നു, ആത്മാവിന്റെ പ്രേരണ അനുസരിച്ച് വ്യാപരിക്കുവിൻ, ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. എന്തെന്നാൽ ജഡമോഹങ്ങൾ ആത്മാവിനെതിരാണ്. എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം, ജഡത്തിന്റെ എല്ലാ ആസക്തികളും എല്ലാ വാസനകളും ആത്മാവിലുള്ള ജീവിതത്തെ തണുപ്പിച്ച് കളയും. നമ്മൾ ജഡികരായിട്ടാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ഒരാളൊരു ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അഭിഷേകം 0. ഭയങ്കര കാര്യമായിട്ട് ഭയങ്കര അനോയിന്റിങ്ങിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പാട്ടുകാരൻ വേറെ എന്തോ ഒരു പാട്ട്, ചിക്കുബുക്ക് റെയിലേ സ്റ്റൈൽ പാട്ടാണ് പാടിയത്. അന്നേരം നമുക്ക് എന്ത് വരും എന്നറിയാം? അരിശം വരും. അരിശം. ഈ അരിശം വന്നു പോയോ പറ, അഭിഷേകം കട്ടായി. പറഞ്ഞേ ഹല്ലേലൂയാ. നല്ല ഒരു ഫ്ലോയിൽ ഇങ്ങനെ ആത്മാവ് ഇങ്ങനെ വചനം തന്നുകൊണ്ടിരിക്കുമ്പോൾ ടപ്പെന്ന് കട്ടാവും. ജഡം ആത്മാവിനെതിരാണ്. അതുകൊണ്ട് ജഡത്തെ നിയന്ത്രിക്കാൻ പഠിച്ചില്ലെങ്കിൽ ആത്മീയ വളർച്ച അസാധ്യമാണ്. ജഡത്തെ കയറൂരി വിട്ടുകൊണ്ട് ഒരു ആത്മീയ വളർച്ചയില്ല. ജഡമോഹങ്ങൾ ആത്മാവിനെതിരാണ്. ഗലാത്യർ 5:17 വായിക്കൂ. ജഡമോഹങ്ങൾ ആത്മാവിന് എതിരാണ്, ആത്മാവിന്റെ അഭിലാഷങ്ങൾ ജഡത്തിനും എതിരാണ്. അവ പരസ്പരം എതിർക്കുന്നത് നിമിത്തം ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നു. ആത്മാവ് നിങ്ങളെ നയിക്കുന്നെങ്കിൽ നിങ്ങൾ നിയമത്തിന് ഉറക്കെ വായിക്കൂ, നിങ്ങൾ നിയമത്തിന് കീഴിലല്ല. ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത. അതായത് എപ്പോഴും വഴക്കിട്ടും അടികൂടിയും ഭിന്നതയിൽ ജീവിച്ചും ഭയങ്കര പ്രാർത്ഥനക്കാരാണെന്ന് പറയുന്നവരോട് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ആത്മീയത 0. വഴക്കിടുന്നവരുടെ സ്പിരിച്വാലിറ്റി പറയൂ 0. അതിന് നിങ്ങൾ വേറെ ഒരു ഗവേഷണത്തിനും പോകണ്ട. ഞാൻ പറഞ്ഞു വിശ്വസിച്ചു. വഴക്കും ബഹളവും ലഹളയും കഴിഞ്ഞ് പിന്നെ ഭയങ്കര പ്രാർത്ഥന. അഭിഷേകം എത്രയാണ്? 0. അപ്പം നിങ്ങൾ പറയുന്നു, അപ്പം ഞങ്ങൾക്കുണ്ടായ ഉണർവോ? അതിനെയാണ് വൈകാരിക അനുഭൂതി എന്ന് പറയുന്നത്. അത് ഇമോഷണലിസമാണ്. കുറച്ച് ഇമോഷൻസ് നിങ്ങൾക്കുണ്ടായി പ്രാർത്ഥിച്ചപ്പോൾ. അതിന് ആത്മീയതയുമായി യാതൊരു ബന്ധവുമില്ല. അതിന് ആത്മീയതയുമായി യാതൊരു ബന്ധവുമില്ല. ആത്മാവിൽ വ്യാപരിക്കുന്നവൻ എളിമപ്പെടാൻ അറിയാം. ആത്മാവിൽ വ്യാപരിക്കുന്നവന് താഴാൻ അറിയാം, തോൽക്കാൻ അറിയാം, വിട്ടുകൊടുക്കാൻ അറിയാം, മിണ്ടാതെ നിൽക്കാൻ അറിയാം, പ്രതികരിക്കാതിരിക്കാൻ അറിയാം. പറഞ്ഞേ ഹല്ലേലൂയാ. മറ്റേതിൻ്റെ പേരാണ് ഇമോഷണലിസം, വൈകാരികത. പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനൊക്കെ വന്നു. നല്ലതാ അത് നല്ലതാ, നല്ലതാന്ന് ഞാൻ നിന്ദിച്ചല്ല. അങ്ങനെ എനിക്കും അങ്ങനെ വരണേന്നാണ് എൻ്റെ ആഗ്രഹം. നല്ലതാണ്. കാരണം നമ്മൾ പരിസരമൊക്കെ മറന്ന് ആരാധിക്കുക, പ്രാർത്ഥിക്കുക, വളരെ നല്ല കാര്യം. ഞാൻ നിങ്ങളോട് പറയുന്നു, ഒത്തിരി പേര് സുവിശേഷത്തെ വെറുത്തത് ഈ വൈകാരിക പ്രകടനങ്ങൾ എന്ന് പറഞ്ഞെന്താ പറയുക, ഭയങ്കര പ്രാർത്ഥിക്കുമ്പോൾ ടോപ്പ് വൈകാരികത. വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഭർത്താവിനോട് മര്യാദയില്ല, ഭാര്യയോട് സ്നേഹമില്ല, മക്കളോട് കുന്നായി. ഇതല്ല ഈ പ്രകടനം മുഴുവൻ മനുഷ്യരെ ആത്മീയതയിൽ നിന്ന് അകറ്റി. കെട്ടിയോ മര്യാദയ്ക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അയാൾ പ്രാർത്ഥനയെ തന്നെ വെറുത്ത് ഈ പ്രകടനം കാരണം. മറ്റേത് അയാൾക്ക് ഡാനിയലച്ചൻ്റെ യൂട്യൂബിൽ കേൾക്കുന്ന സന്തോഷം. ഇയാൾ ഡാനിയലച്ചനെ തന്നെ വെറുത്ത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡാനിയലച്ചനെതിരെ കമൻ്റ് എഴുതുന്ന ഇയാളാണ്. കാരണം എന്താണ്? ഇയാൾ ഈ പ്രകടനം കണ്ട് ഇയാൾ ആത്മീയതയെ തന്നെ വെറുത്ത്. വൈകാരികത നല്ലതാണ്. നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ നല്ലൊരു വൈകാരിക ഉണർവ്, നമുക്ക് എല്ലാം മറന്ന് പ്രാർത്ഥിക്കാം, നല്ലതാണത്. പക്ഷെ അതിന് സ്പിരിച്വാലിറ്റിയുടെ ബാക്കപ്പ് വേണം. ഇത് ആത്മീയത വേണം അതിനകത്ത്. അല്ലാതെ കുറെ ചാടിയിട്ട് കാര്യമൊന്നുമില്ല. മനസ്സിലായി? ഭയങ്കര ടോപ്പ് വലിയ ആത്മീയ കാര്യങ്ങളൊക്കെ സംസാരിക്കത്തുള്ളൂ. ഭർത്താവിനോട് പണങ്ങി 10 മാസമായിട്ട് നിൽക്കുക, ഭയങ്കര ടോപ്പ് ആത്മീയ കാര്യങ്ങളെ പറയത്തുള്ളൂ. എൻ്റെ പൊന്നു മകളെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ ഒന്ന് എളിമപ്പെട്, നീ ഒന്ന് താഴ്. എൻ്റെ പൊന്നു ചേട്ടാ, എനിക്ക് നിന്നോടൊന്ന് പറയാനുണ്ട്. നീ നിൻ്റെ ഭാര്യയോട് സ്നേഹമായിട്ടൊന്ന് മിണ്ട്, പിന്നെ മതി ഈ പൊക്കല്.
ഒരുപാട് പേര് നമ്മളിങ്ങനെ അധ്വാനിച്ച് പാവപ്പെട്ട മനുഷ്യർ സുവിശേഷം അറിയാത്തവരുടെ കിടന്ന് കഷ്ടപ്പെട്ട് ഓരോ ആത്മാക്കളെ കൊണ്ടുവരും. അവരുടെ ഉള്ള വിശ്വാസം കൂടെ പോവും. എന്ത്? ഈ പന്ന ജീവിതങ്ങൾ കാണുമ്പോൾ. അതുകൊണ്ട് ധ്യാനകേന്ദ്രത്തിൽ വരുന്നത് നല്ലതാണ്, അടുത്ത മാസവും വരണം. പക്ഷേ വീട്ടിൽ ചെന്നിട്ട് കാണിക്കുന്നതിന് ഓപ്പോസിറ്റ് ആണെങ്കിൽ ദയവ് ചെയ്ത് ഈ പഞ്ചായത്തിലോട്ട് പോലും വരരുത്. നിങ്ങൾക്ക് ഈ 2-3 മാസം വന്നിട്ട് നിങ്ങൾക്കൊരു മര്യാദ വന്നില്ലെങ്കിൽ എൻ്റെ പൊന്നു ചേച്ചി വരല്ലേ. അതിനർത്ഥം നിങ്ങൾക്ക് ഒരു നിങ്ങൾ ഈ വൈകാരികതയ്ക്ക് വരുന്നതെന്നാണ്. ഒരു ചെറിയ അടക്കം വണ്ടി പാർക്ക് ചെയ്തിട്ട് എടുക്കുമ്പോൾ ഈ വണ്ടി പാർക്ക് ചെയ്തവനെ ചീത്ത വിളിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ എൻ്റെ പൊന്നു ചേട്ടാ, പിന്നെ എന്തിനാണാ നീ 3-4 മണിക്കൂർ ഇതിനകത്ത് ഇരുന്നേ? എന്ത് സാധനമാണ് ഇതിൻ്റെ അകത്ത് കയറിയത്? ഒരു 2 മിനിറ്റ് ആ ചേട്ടൻ വണ്ടി എടുക്കാൻ നിനക്ക് വെയിറ്റ് ചെയ്യാനുള്ള സംയമനവും ക്ഷമയും നിനക്കുണ്ടായില്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ആ ട്രാഫിക് സിഗ്നലിൽ നീ 25 മിനിറ്റ് കിടക്കുമ്പോൾ ഈ 2 മിനിറ്റ് നീ വഴക്കുണ്ടാക്കിയ അന്നേരം നിനക്ക് നഷ്ടമില്ലേ? എന്തോ ഒരു പന്ന മനുഷ്യനാണ് നമ്മള് പറഞ്ഞേ ഹല്ലേലൂയ. ജഡത്തിന്റെ വ്യാപാരങ്ങൾ അതെല്ലാം ജഡമാ കിടന്ന് കളിക്കുന്നേ. ഒരു മര്യാദയില്ല, സംസാരിക്കുന്നതിനകത്തൊരു മര്യാദയില്ല, പറയുന്നതിനകത്ത് മര്യാദയില്ല, മനുഷ്യരോടൊരു സ്നേഹമില്ല. വായിക്ക്, വെറുതെ ഇരിക്കാതെ വായിച്ചേ. അവ പരസ്പരം എതിർക്കുന്നത് നിമിത്തം ആത്മാവ് നിങ്ങളെ നയിക്കുന്നെങ്കിൽ നിങ്ങൾ വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത തീർന്നു എന്ന് സമാധാനിക്കാൻ വരട്ടെ. വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം ഇവയും ഈദൃശമായ മറ്റ് പ്രവൃത്തികളുമാണ്. ഇത്തരം പ്രവൃത്തികളിൽ ജീവിക്കുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ലെന്ന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് നൽകിയ താക്കീത് ഇപ്പോഴും ആവർത്തിക്കുന്നു. എന്നാൽ അപ്പോ ആത്മാവുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാം? ഇനി ഇത് കണ്ടോണം. അതായത് പരിശുദ്ധാത്മാവുണ്ടോ ഒരാൾക്ക് എങ്ങനെ അറിയാം? ഇത് നോക്കിയ സ്നേഹം ഉണ്ടോ? അയാൾക്ക് ഇങ്ങനെ എന്ന് കാണിക്കുന്ന ആളാണ്, അതൊക്കെ ഉള്ള ആളാണ്. പക്ഷെ അയാൾക്ക് എന്തുണ്ട്? ഈ എന്ന് കാണിച്ചിട്ട് അയാൾ പുറത്തിറങ്ങുമ്പോൾ ആളുകളോട് സ്നേഹം ഉണ്ട്, സ്നേഹമുണ്ട്. മനസ്സിലായോ? അപ്പം നമുക്കറിയാം ഈ എന്ന് കാണിച്ചത് കറക്റ്റ് ആത്മാവായിരുന്നു. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? ഭയങ്കര ഭാഷാവരം. ആ ഭാഷാവരം കറക്റ്റ് ആണോ എന്ന് എങ്ങനെ അറിയാം? വെളിയിലിറങ്ങിയിട്ട് അയാളുടെ ഭാഷ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, അന്നേരം അറിയാം. ഈ അന്യഭാഷയുടെ മേൽ അധികാരം കിട്ടിയവന് മാതൃഭാഷയുടെ മേൽ നിയന്ത്രണം ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. അപ്പൊ ഭാഷാവരം കറക്റ്റായിട്ട് അറിയാം. ഭയങ്കര ബ്ള 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 മനുഷ്യൻ ഇറങ്ങിയ തെറിയെ വിളിക്കൂ, പച്ച തെറിയെ വിളിക്കത്തുള്ളൂ. ഇയാൾ വിളിച്ചപ്പോഴാണ് ഇങ്ങനൊരു തെറി ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞത്. മറ്റേത് നമുക്കറിയാവുന്ന തെറിയിൽ പെടുന്ന തെറിയല്ലത്. ഭാഷാപരമാണ്. പുതിയ ഭാഷകൾ സംസാരിക്കും. അതാണ് സ്നേഹം. ആത്മാവുണ്ടോ ഇല്ലയോ ഇപ്പൊ നോക്കിക്കോണം. സ്നേഹം, ആനന്ദം. മനസ്സിലായി? ആനന്ദം അതാണ് അടുത്തത്. മനസ്സിലായോ? ഇങ്ങനെ എൻ്റെ വായി വന്ന വാക്ക് ഞാൻ പറയുന്നില്ല. അങ്ങനത്തെ ഈ ആമോസ് വിളിക്കുന്നൊരു വാക്കുണ്ട് ചേച്ചിമാരെ, നിങ്ങളെയല്ല, കള്ളു കുടിക്കുന്ന ചേച്ചിമാരെ ആമോസ് വിളിക്കുന്നൊരു വാക്കുണ്ട്, ബാഷാനിലെ പശുക്കളെ എന്ന്. അതായത് പണ്ടുണ്ടായിരുന്നു കള്ളു കുടിക്കുന്ന ചേച്ചിമാര്. അപ്പൊ ആ ചേച്ചിമാരെ ആമോസ് വിളിക്കുന്ന പേരാണ് ബാഷാനിലെ. ഭർത്താക്കന്മാരോട് എനിക്ക് ഒഴിച്ചു താടാ എന്ന് പറയുന്ന ബാഷാനിലെ പശുക്കളെ. എൻ്റെ ഭാഷയാണ് ഞാൻ പറഞ്ഞത്. ആമോസ് കുറച്ചുകൂടെ സഭ്യമായ ഭാഷയാണ് ഉപയോഗിച്ചത്. അതായത് ഈ എന്താണ്, ഒരു തരം മൊരഞ്ഞ സ്വഭാവം. മുഖം കണ്ടാൽ പിന്നെ ആർക്കും അങ്ങോട്ട് അടുക്കാൻ തോന്നത്തില്ല.
ഭയങ്കര സ്പിരിച്വാലിറ്റിയാണ്. ശങ്കരാചാര്യർ കഴിഞ്ഞ് എൻ്റെ മേളിലുള്ള പരമപദം കയറിയ ആളാണിത്. ആനന്ദമില്ല, ആനന്ദം. മൂന്നാമത്തേത് സമാധാനം. അടുത്തത് ക്ഷമ. അടുത്തത് ദയ. അടുത്തത് നന്മ. അടുത്തത് വിശ്വസ്തത. അടുത്തത് സൗമ്യത. അടുത്തത് ആത്മസംയമനം. ഇവയാണ്. ഇവയ്ക്കെതിരെ 24-ാമത്തെ വാക്യം ജഡം. 24-ാമത്തെ വാക്യം യേശുക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. കണ്ട, ഇതാണ് നമ്മുടെ ഐഡന്റിറ്റി. അപ്പൊ ചേച്ചി എങ്ങനെ കാണണ്ടേ? ഞാൻ ആരാണ്? കുരിശിൽ തറയ്ക്കപ്പെട്ട ഒരാളാണ്. ജഡത്തെ കുരിശിൽ തറച്ച്, ഇത് നമ്മളോട് തന്നെ എപ്പോഴും പറയണം. എന്താണ്? നമ്മൾ നമ്മുടെ ജഡത്തെ, കഴിഞ്ഞ ദിവസം ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ ഇന്ന ആള് അച്ഛനെ കുറിച്ച് പരിഹസിച്ചൊരു കാര്യം പറഞ്ഞു എന്ന് എന്നോട് സ്നേഹമുള്ളതുകൊണ്ട് എന്നോടൊന്ന് പറഞ്ഞേ. എന്നോടൊരാൾ റിപ്പോർട്ട് ചെയ്തു. എന്താണ്? അച്ഛാ ഇന്ന ആള്, ആ പുള്ളിക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ, അച്ഛനെ കുറിച്ച് ഭയങ്കര പരിഹാസത്തോടെ കുറ്റം പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ദിവസം എനിക്കൊരു ആത്മീയ ബോധ്യം കിട്ടി. നമ്മൾ ജീവിതത്തിൽ കാണിച്ചിട്ടുള്ള കന്നത്തരങ്ങളുടെ കണക്ക് വെച്ച് നോക്കിയാൽ മനുഷ്യൻ കുറ്റം പറഞ്ഞതല്ല അതിൻ്റെ 1% ഉള്ളൂ. എന്താണത്? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണിച്ചു കൂട്ടിയ കന്നത്തരങ്ങളുടെ കണക്കെല്ലാം വെച്ച് നോക്കിയാൽ മനുഷ്യൻ കുറ്റം പറഞ്ഞത് അതിൻ്റെ എല്ലാം കൂടെ 1% ഉള്ളൂ. ബാക്കി 99% ആരും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് സമാധാനത്തോടെ ഇരിക്കാം. കാരണം എന്താ? ഇതല്ലേ പറഞ്ഞുള്ളൂ. ഞാൻ പറഞ്ഞത് എന്നെയാണെങ്കിലും ഉദ്ദേശിച്ചത് നിങ്ങളെയാണ്. അതായത് മനുഷ്യൻ വല്ലതും പറയുമ്പോൾ ഇങ്ങനെ വിചാരിച്ചോണം, നമ്മൾ ചെയ്തു കൂട്ടിയ പാതകങ്ങളുടെ കണക്ക് വെച്ച് മനുഷ്യൻ ഇത്രയൊക്കെയല്ലേ പറഞ്ഞുള്ളൂ, എന്നാ പിന്നെ സമാധാനിച്ചോ. വിചാരിച്ചോണം, ഞാൻ യേശുവിനോട് കൂടെ കുരിശിൽ തറയ്ക്കപ്പെട്ട ഒരാളാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ നല്ലൊരു ധ്യാനം പറഞ്ഞുതരാം നിങ്ങൾക്ക്. നിങ്ങളിങ്ങനെ സങ്കല്പിക്കണം, നിങ്ങളുടെ പൊക്കമുള്ള ഒരു ശവപ്പെട്ടി. നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞേക്കണം ആളുകളോട്. അതായത് ഒരുമാതിരി നല്ല ശവപ്പെട്ടി വാങ്ങിക്കണം. കാരണം അന്നേരം കടന്ന് കുത്തിക്കൊള്ളിക്കാൻ പാടാം. ഈ അടക്കത്തിനൊക്കെ പോകുമ്പോൾ ഉള്ള ഒരു സങ്കടം അതാ. കാരണം ഈ പെട്ടി സൈസൊന്നുമല്ല, കാരണം പൈസ കുറവുള്ള കടയിൽ നിന്ന് വാങ്ങിച്ചതാ. അപ്പോൾ അതുകൊണ്ട് മനസ്സിലായോ? ഇങ്ങനെയൊക്കെ ഇനി ഈ ചത്തകിളിക്ക് എന്തിനാ കൂടെന്ന് പറഞ്ഞിട്ട് ഈ പന്ന ശവപ്പെട്ടിയാണ് വാങ്ങിച്ചത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സൈസ് കറക്റ്റൊന്നുമില്ല. പിന്നെ നമ്മൾ മലയാളികളിൽ പലർക്കും നമ്മൾ വളരുന്നത് വശങ്ങളിലേക്കാണ്, മേളിലോട്ടല്ല. നമ്മുടെ വളർച്ച മുഴുവൻ വശങ്ങളിലേക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളർന്ന് ഒരുമാതിരി സ്റ്റാൻഡേർഡ് വെട്ടികളൊന്നും നമുക്ക് പറ്റത്തില്ല. എക്സലും ഡബിൾ എക്സലും ഒക്കെ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ നേരത്തെ കൂട്ടി ഈ വല്ല ശവപ്പെട്ടിക്കടക്കാരനോടും പറഞ്ഞേക്കണം, എടാ എൻ്റെ അളവ് ഇതാണ്, ഈ അരവണ്ണം ഇതാണ്, നെഞ്ചിൻ്റെ വീതി ഇതാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് പറ്റിയൊരു പെട്ടി കൊടുത്തേക്കരുത്, വേണമെങ്കിൽ പൈസ അടച്ചേക്കണം. എന്നിട്ട് പിള്ളേരോട് പറയണം, പെട്ടി വാങ്ങിക്കാൻ ഇനി ആരും കുശുമ്പും കുന്നായ്മയും കാണിക്കണ്ട, ആ കടയിൽ ഞാൻ എൻ്റെ പെട്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്നിട്ട് ആ പെട്ടി കണ്ടിട്ട് അതിൻ്റെ ഒരു പിക്ചർ മനസ്സിൽ നന്നായിട്ട് പതിച്ചു വെക്കണം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് 5 മിനിറ്റ് കിട്ടുമ്പോൾ ഇൻസ്റ്റാഗ്രാം റീല് തേച്ച് ഇരിക്കുന്നതിന് പകരം എന്ത് ചെയ്യാന്നറിയാം, ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ആലോചിക്കണം, ആ പെട്ടിക്കകത്ത് ഒരു ഡെഡ് ബോഡി കിടക്കുകയാണ്. ആരാണ് ആ ഡെഡ് ബോഡി? ഞാൻ തന്നെയാണ്. മനസ്സിലായി? നമ്മുടെ മാത്രമല്ല, നിങ്ങൾ നല്ല രീതിയിൽ വിഭാവന ചെയ്തോ. എന്തായാലും മരിച്ചു കഴിഞ്ഞ് ബന്ധുക്കളൊന്നും അതൊന്നും വെക്കത്തൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ, നല്ല പെട്ടി, നല്ല പൂക്കൾ എല്ലാം അങ്ങനെ വെക്കത്തൊന്നുമില്ല. അങ്ങനെ വെക്കത്തൊന്നുമില്ല. എന്നാലും നിങ്ങൾ വിചാരിക്കുമ്പോൾ നന്നായിട്ട് വിചാരിച്ചോണം. അപ്പം അങ്ങനെ ആ പെട്ടിക്കകത്ത് ഡാനിയേലച്ചൻ ഇങ്ങനെ കുരിശൊക്കെ പിടിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ആലോചിച്ചോണം. ഇതാണ് നമ്മുടെ ഐഡന്റിറ്റി. എന്താണ്? ഞാൻ യേശുവിനോട് കൂടി മരിച്ചു കിടക്കുന്ന ഒരാളാണ്. ഈ മരിച്ചു കിടക്കുന്നവൻ ഫേസ്ബുക്കിൽ വന്ന മോശപ്പെട്ട കമന്റ് കണ്ട് വിഷമിക്കുമോ? കാരണം എന്താ? അയാള് മരിച്ചുപോയി. മരിച്ചു കിടക്കുന്നവനെ കുറിച്ച് ഒരാൾ ഉള്ള അപവാദം മുഴുവൻ, ഈ കേരളത്തിൽ ഒരുത്തനെ കുറിച്ച് പറയാവുന്ന മുഴുവൻ അപവാദവും
ഈ മരിച്ചു കിടക്കുന്നവനെ കുറിച്ച് പറഞ്ഞു. അവന് വല്ല മനപ്രയാസം ഉണ്ടോ? അവൻ നെഞ്ചും തിരുമ്പി എഴുന്നേക്കുവോ? അത്രയും വേണ്ട, എഴുന്നേക്കുവോ? എന്താ കാര്യം? അയാള് പറ, മരിച്ചു കിടക്കാൻ. മരിച്ചു കിടന്നാൽ ഇങ്ങനെയുള്ള അഡ്വാൻറ്റേജുകളുണ്ട്. മരിച്ചവരാണെന്ന് സമ്മതിച്ചാൽ ഇങ്ങനെ ചില അഡ്വാൻറ്റേജ് ഉണ്ട്. എന്നാ വന്നാലും നിങ്ങൾ കുലുങ്ങത്തില്ല. കാരണം എന്താ? മരിച്ചു കിടക്കുന്നവൻ എന്ത് വികാരം? ഭാര്യ അങ്ങ് ഭയങ്കര തെറിവിളിയാണ്. ഭാര്യ അങ്ങ് പറയുകയാണ്, നിങ്ങളെ, നിങ്ങളുടെ അപ്പനെ, നിങ്ങളുടെ അപ്പൂപ്പനെ എല്ലാം പറയുമ്പോഴും ഇങ്ങേര് കട്ടക്കാപ്പിയൊക്കെ കുടിച്ച് ജീവിതം ആസ്വദിച്ചിരിക്കുകയാണ്. കാരണം എന്താണ്? ഇയാള് മരിച്ച ആളാണ്, ഇയാളെ ഇത് ബാധിക്കുന്നേ. ഭർത്താവ് നിങ്ങളുടെ അപ്പനെ, അപ്പൻ്റെ അപ്പനെ, അപ്പൻ്റെ അപ്പൂപ്പനെ എല്ലാം വായി വന്ന് എല്ലാം കള്ളു കുടിച്ചിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? നല്ല അടപ്രഥമൻ ഉണ്ടാക്കി കുടിച്ചോണ്ട് ഇരിക്കണം. കാരണം എന്താണ്? നിങ്ങൾ ആരാണ്? മരിച്ച ആളാണ്. യേശുക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ, ഇത് ഒറ്റ ദിവസം കൊണ്ട് എടുക്കാവുന്ന തീരുമാനമല്ല. എന്നും നമ്മളോട് തന്നെ പറയണം, ഞാൻ ആരാണ്? ഞാനൊരു മരിച്ച ആളാണ്. എപ്പോഴും ഓർത്തോണം, യേശുക്രിസ്തു മരിച്ചോന്ന് പട്ടാളക്കാർ നോക്കിയത് കുത്തി നോക്കിയിട്ടാണ്. നമ്മൾ മരിച്ചോ ഇല്ലയോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്യാൻ കെട്ടിയോനെയും ഭാര്യയെയും മക്കളെയും അയൽവക്കക്കാരെയും ഇടവക്കാരെയും വികാരിയച്ഛനെയൊക്കെ കർത്താവ് നിർത്തിയിട്ടുണ്ട്. പട്ടാളക്കാരാണ് അവർ കുത്തുകയാണ്. എന്തിനാണ്? മരിച്ചോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ മരിച്ചു എന്നുറപ്പ് വരുത്താൻ ദൈവം നിർത്തിയ സകല ആളുകളെ ഓർത്ത് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം. അവരെന്താണ് നമ്മളെ ഓർമ്മിപ്പിച്ചത്? ഞാൻ ഇനിയും മരിച്ചിട്ടില്ല. വരാം, റോമാലേഖനത്തിലേക്ക് വരാം. അപ്പോ നമ്മൾ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ട് 6:6 വായിക്ക്. റോമർ 6:6 നാം ഇനിയും പാപത്തിന് അടിമപ്പെടാതിരിക്കത്തക്ക വിധം പാപപൂർണമായ ശരീരത്തെ നശിപ്പിക്കാൻ വേണ്ടി നമ്മിലെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. എന്തെന്നാൽ മരിച്ചവൻ, മനസ്സിലായോ? പാപത്തിൽ നിന്ന് മോചിതനാവണമെങ്കിൽ ഈ ശരീരം മരിക്കണം. ഈ ശരീരം മരിച്ചെന്ന് നമ്മൾ സമ്മതിക്കണം. ശരീരത്തെ കുരിശിൽ തറയ്ക്കണം. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചെങ്കിൽ അവനോടുകൂടെ ജീവിക്കുമെന്ന്. നിങ്ങൾ മടുത്തില്ലെങ്കിൽ ഒരു കാര്യം കൂടെ പറയട്ടെ. അതായത് നമ്മളിലൂടെ പുറത്തു വരേണ്ടത് എന്താ? നമ്മളിലൂടെ പുറത്തു വരേണ്ടത് എന്താ? ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ചേട്ടൻ വരുന്ന ഇടുക്കിയിൽ നിന്നാണ്, ആണോ? എവിടെ സ്ഥലം? കട്ടപ്പനയെന്നാണ്. അപ്പോൾ ഈ കട്ടപ്പനയെന്ന് വരുന്ന ഈ ചേട്ടൻ വന്നത് ഇന്നലെ രാത്രിയാണോ വന്നത്? ഇന്നലെ രാത്രി വന്നുകൊണ്ടാണ് ഇന്നിപ്പോൾ രാവിലെ ഇവിടെ വന്ന് മുമ്പേ ഇരിക്കുന്നത്. ഇന്നലെ രാത്രി വന്നാണ്. അപ്പോൾ ഈ കട്ടപ്പനയെന്ന് വന്ന ചേട്ടൻ മനസ്സ് വിഷമിച്ച് ഇവിടെ വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഞാനോ ഇനി വേറെ ആരെങ്കിലും ആവട്ടെ, ഉദാഹരണത്തിന് ഞാനെന്ന് പറയുകയാണ്. അപ്പം ഞാൻ ഈ ചേട്ടൻ്റെ അടുത്ത് വന്ന് ചേട്ടാ എന്ന് ചോദിക്കുമ്പോൾ തന്നെ, ഞാൻ പ്രാർത്ഥിച്ചില്ലെങ്കിലും ചേട്ടന് വേണ്ടി ഞാനൊരു ആശീർവാദം കൊടുത്തില്ലെങ്കിലും, ചേട്ടൻ്റെ പേര് ഞാൻ മറന്നുപോയി, വേവി ചേട്ടാ എന്ന് വിളിക്കുമ്പോൾ തന്നെ എന്നിൽ നിന്ന് ഈ ചേട്ടനിലേക്ക് എന്തൊഴുകണം? സ്നേഹവും കുനുഹമൊന്നുമല്ല, മര്യാദയ്ക്കുള്ള കാര്യം പറ. ഈ ചേട്ടൻ വളരെ വിഷമിച്ചാണ് വന്നത്. സ്നേഹവും കൂഹമൊന്നും അല്ലെന്ന്, ആശ്വാസമൊന്നും അല്ല. അതായത് നിങ്ങൾ ബൈബിൾ വായിക്കുന്നവരാണെങ്കിൽ ഒരു വാക്ക് വരും, കൃപയൊന്നുമല്ല, അല്ല പരിശുദ്ധാത്മാവൊന്നുമല്ല, അനുകമ്പയൊന്നുമല്ല, സമാധാനമൊന്നുമല്ല. ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വാക്കുണ്ട് ബൈബിളിൽ. അസൂയോ? ആശ്ചര്യം? അഭിഷേകം? അതൊന്നുമല്ല. ബേബി ചേട്ടാ, ഈ ചേട്ടനിലേക്ക് ഞാൻ ചേട്ടാ എന്നാ ഉണ്ട്, എപ്പോഴാ വന്നതെന്ന് ചോദിക്കുമ്പോൾ തന്നെ എന്തൊഴുകണം? ആ വാക്കാണ് ജീവൻ. ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാൻ. അതായത് ജീവന്റെ പല കാര്യങ്ങളാണ് നിങ്ങൾ പറഞ്ഞത്. സമാധാനം, സന്തോഷം, കൃപ, ആശ്വാസം, സ്നേഹം, ജീവൻ. അതാണ് വാക്ക്, ജീവൻ. ഒരു ജീവൻ. ആ ചേട്ടൻ ഒരു ജീവൻ വെച്ചു. സെക്കൻഡ് സാറ്റർഡേ മൗണ്ട് കാർമലിൽ നിന്ന് കട്ടപ്പനയ്ക്ക് ബേബി ചേട്ടൻ തിരിച്ചു പോകുമ്പോൾ വന്ന പോലല്ല ചേട്ടന്
ഒരു ജീവൻ കിട്ടും. ആ ജീവൻ കേട്ടോണേ, ആ ജീവൻ ദാനിയേലിൽ നിന്ന് ബേബിയിലേക്ക് ഒഴുകണമെങ്കിൽ ദാനിയേല് മരിച്ചവന്റെ ഒരു ജീവിതം നയിച്ചാലേ പറ്റൂ. ഇതാണ് ബൈബിളിൻ്റെ വളരെ അടിസ്ഥാനപരമായൊരു പ്രബോധനം. നമ്മളിൽ മരണം സംഭവിക്കണം, നമ്മളെ കാണുന്നവരിലേക്ക് ജീവൻ ഒഴുകണം. ഇതാണ് അപ്പസ്തലൻ പഠിപ്പിക്കുന്ന ഒരു പാഠം. തന്നോട് തന്നെ മരിക്കാത്തൊരു മനുഷ്യനിൽ നിന്ന് ആരിലേക്കും ജീവൻ ഒഴുകത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഒരാൾ തന്നോട് തന്നെ മരിച്ചില്ലെങ്കിൽ, ഒരാൾ ജീവിതത്തിൽ 1000 തവണ മരണം ഏറ്റെടുത്തില്ലെങ്കിൽ അയാളിൽ നിന്ന് ജീവൻ ഒഴുകത്തില്ല. മനസ്സിലായില്ല? അതായത് ഈ ചേട്ടന് എന്തെങ്കിലും ഒരു ജീവൻ എൻ്റെ അടുത്തുനിന്ന് പ്രാപിക്കണമെങ്കിൽ ഞാൻ കുരിശിൽ തറയ്ക്കപ്പെട്ടവൻ്റെ ഒരു ജീവിതം നയിക്കാതെ അത് വരില്ല, ജീവൻ വരില്ല. എനിക്ക് കുറേ ജിംനാസ്റ്റിക്സ് ഒക്കെ കാണിക്കാൻ പറ്റുമായിരിക്കും. ചേട്ടനെ ഇതാ കർത്താവ് തൊടുന്നു എന്നൊക്കെ വേണമെങ്കിൽ എനിക്ക് അതായത് ഈ ഹ്യൂമൻ എനർജിയിൽ ശുശ്രൂഷ ചെയ്യുന്ന ആളുകളുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ ഒരു സംഭവം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് വേണമെങ്കിൽ ഇപ്പോൾ ചാടി ഓടി മറിഞ്ഞ് കുത്തി ചേട്ടാ ഇതാ ഒന്ന് വെളിപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ തന്നെ വീഴുകയാണ്, പറയുന്നവൻ തന്നെ. അതൊക്കെ ജഡമാണ്, ജഡം. നല്ല പെർഫോമൻസ് ആണ് അതെല്ലാം. പെർഫോമൻസ് ഒന്നും വേണ്ട ബേബിച്ചേട്ടാ, വെറുതെ വന്ന് നിന്നാ മതി, സംഭവം കയറും. എന്നെ ബേബിച്ചേട്ടാ, എനിക്കതുണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു നല്ല ഭക്തന് ചുമ്മാ ഒരു ജഡത്തിൻ്റെ പ്രകടനത്തിൻ്റെ ആവശ്യമില്ല, ചുമ്മാ അടുത്തൂടെ പോയാൽ മതി, സാധനം കയറും. അതിന് പെർഫോമറായ പോരാ, മരിക്കണം. നിങ്ങൾക്ക് വല്ലതും പിടികിട്ടുന്നുണ്ടോ? പെർഫോമൻസിന് നിങ്ങൾ നല്ല സ്റ്റേജ് പെർഫോമൻസ് പഠിച്ചാൽ മതി. എങ്ങനെ ഈ ആൾക്കൂട്ടത്തെ സ്വാധീനിക്കാം, എങ്ങനെ ഒരു കാരിസം ആളുകളിൽ ഉണ്ടാക്കിയെടുക്കാം, നമ്മൾ പോകുമ്പോൾ എങ്ങനെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ടാക്കിയെടുക്കാം, എങ്ങനെ നമുക്ക് ഒരു സൂപ്പർ ഹ്യൂമൻ ബീങ് ആണെന്ന് മറ്റേ സിനിമ കണ്ടാൽ മതി. ഏതായത് ട്രാൻസ്, അത് കണ്ടാൽ മതി, അതാണത്. മനസ്സിലായോ? ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സംഭവം, ഹൈപ്പ്. ഒന്നും വേണ്ടാന്ന്, ചുമ്മാ നടന്നാൽ മതി. എന്ത് വരും? ജീവൻ. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്കൊന്നുണ്ടാവാൻ. ജീവൻ നടന്നു പോയാൽ മതി. ഫിലിപ്പ് നേരി പുണ്യാളൻ നടന്നു പോകുമ്പോൾ വയലിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന കൃഷിക്കാർ ചങ്കത്തടിച്ച് ഞങ്ങൾ ഭാവികളാണ് എന്ന് പറഞ്ഞ് കരയുകയാണ്. വല്ല പെർഫോമൻസ് കാണിച്ചോ? നിന്റെ മേൽ വരുന്നു വല്ലതും കാണിച്ചോ? അയാൾ ഇമ്മ വെറുതെ നടന്നു പോയതേ ഉള്ളൂ. നടന്നുപോയപ്പോ അനോയിന്റിങ്, ആളുകൾ ചങ്കത്തടിച്ച് കരയുക, കർത്താവേ ഞങ്ങൾ പാപികളാണേ. നിന്നിലത് സംഭവിക്കണം, നിന്നിലത് സംഭവിക്കണം. നിന്നിലത് പാപ്പാല കോളനി ഗോപിയിൽ അത് സംഭവിക്കണം കേട്ടോ, സംഭവിക്കണം. നിന്നിലത് സംഭവിക്കണം. ഇല്ലെങ്കിൽ ഈ പ്രാർത്ഥന ഈ ധ്യാനം എല്ലാം വെറുതെയാണ്. അത് സംഭവിക്കണം കേട്ടോ, അത് സംഭവിക്കണം. അതായത് നമ്മൾ കണ്ടില്ലേ, ഒരു ചേച്ചി കൊച്ചുങ്ങളെയും കൊണ്ടുപോയി റെയിൽവേ ട്രാക്കിൽ നിന്ന് ആത്മഹത്യ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്ന് വരെ സമാധാനത്തോടെ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടോ? എനിക്ക് പറ്റിയിട്ടില്ല. അതിന് ഞാനും ഉത്തരവാദിയാണെന്നാണ് എൻ്റെ വിചാരം. മനസ്സിലായോ? എവിടെങ്കിലും ഒരു മനുഷ്യൻ നടന്നു പോകുമ്പോൾ സാരമില്ലടി ഷൈനി എന്ന് പറഞ്ഞ് ഷൈനിയിലേക്ക് ജീവൻ കൊടുക്കാൻ പറ്റുന്ന ഒരാളെ ആ ഷൈനി കണ്ടെത്തിയിരുന്നെങ്കിൽ അവിടെ നിൽക്കത്തില്ലായിരുന്നു. അതാരുടെ പരാജയമാണ്? ഈ കേരള സഭയുടെ പരാജയമാണ്. എൻ്റെ പരാജയമാണ്, നിൻ്റെ പരാജയമാണ്. ആണോ? ആ പാവപ്പെട്ട എനിക്ക് മനസമാധാനമില്ല. എൻ്റെ മനസ്സ് മുഴുവൻ ഷൈനിയല്ല, ആ 2 കുഞ്ഞുങ്ങളാണ്. മനസ്സിലായ? ഓർക്കുമ്പോൾ ചങ്ക് തകരുക. ആരുടെ കുറ്റമാണ്? എൻ്റെ കുറ്റമാണ്, നിൻ്റെ കുറ്റമാണ്. നമ്മൾ വിശ്വാസികളുടെയും പ്രാർത്ഥനക്കാരുടെയും കുറ്റമാണിത്. നമുക്കൊരു ജീവൻ കൊടുക്കാൻ പറ്റിയില്ല, തകർന്നൊരു മനുഷ്യന് ജീവൻ കൊടുക്കാൻ പറ്റിയില്ല. എന്താ പറ്റാത്തെ? നമ്മൾ മരിക്കണം. നമ്മൾ മരിക്കണം. മനസ്സിലായോ? അതായത് മരിക്കാൻ ദൈവം തരുന്ന മുഴുവൻ സന്ദർഭങ്ങളും ഉപയോഗിച്ചാൽ
മറ്റു മനുഷ്യരിലേക്ക് ജീവൻ വരും. മനസ്സിലായോ? എപ്പോഴും വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്നാൽ ഒരു ജീവനും വരില്ല ആരിലേക്കും. സഹിക്കുന്നൊരമ്മ, ക്ഷമിക്കുന്നൊരമ്മ, വിട്ടുകൊടുക്കുന്നൊരു ഭർത്താവ്, വഴക്കുണ്ടാക്കാതിരിക്കുന്നൊരു ചേട്ടൻ, പ്രതികരിക്കാതിരിക്കുന്നൊരു മകൻ, ആ വീട്ടിൽ എന്തുണ്ടാവും? ജീവൻ. എവിടെ മനുഷ്യർ മരിക്കാൻ തയ്യാറാവുന്നോ അവിടെ എന്തുണ്ടാവും? പെട്ടെന്നൊരു വചനം എടുക്ക്. കോരിന്തോസ് ലേഖനം 2 കോരിന്തോസ് 4-ാം അധ്യായം. 2 കോരിന്തോസ് 4-ാം അധ്യായം. ഈ നിധി മൺപാത്രങ്ങളിലാണ്. ആ വാക്യം വായിക്ക്. 2 കോരിന്തോസ് 4-ാം അധ്യായം. ഈ നിധി താഴോട്ട് വാ. ഈ എന്നാൽ പരമമായ ശക്തി. ഈ വാക്യം പറ. 7 2 കോരിന്തോസ് 4:7 വായിക്ക്. എന്നാൽ പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ്. എന്നാൽ വായിക്ക്. എന്നാൽ പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ്, ഞങ്ങളുടേതല്ല എന്ന് വെളിപ്പെടുത്തുന്നതിന് ഈ നിധി മൺപാത്രങ്ങളിലാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. ഞങ്ങൾ എല്ലാ വിധത്തിലും ഞെരുക്കപ്പെടുന്നു എങ്കിലും, വിഷമിപ്പിക്കപ്പെടുന്നു എങ്കിലും, പീഡിപ്പിക്കപ്പെടുന്നു എങ്കിലും, അടിച്ചു വീഴ്ത്തപ്പെടുന്നു എങ്കിലും, അടുത്തത് ഉച്ചത്തി വായിക്ക്, യേശുവിൻ്റെ ജീവൻ. ഉറക്കെ വായിക്ക്. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നതിന് അവിടുത്തെ മരണം ഞങ്ങൾ എല്ലായ്പ്പോഴും ഞങ്ങളുടെ ശരീരത്തിൽ കൊണ്ട് നടക്കുന്നു. കണ്ടോ? യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ കൂടെ പുറത്തു വരുന്നതിന് ഞങ്ങൾ യേശുവിൻ്റെ മരണം ഞങ്ങളുടെ ശരീരത്തിൽ ഉണ്ട്. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇപ്പോൾ അപ്പനും അമ്മയും പറയുകയാണ്, അപ്പനും അമ്മയും ഇപ്പോൾ അമ്മ പറയുകയാണ്, മക്കളോട് പറയുകയാണ്, എന്താ പിന്നെ മോളെ എന്തൊക്കെയാണ് പറയുന്നത്? എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറയുമോ? എന്നാ ചെയ്യാൻ പറയുന്നത്? നീ പോയി ഉടുപ്പൂര് എൻ്റെ മോളെ, സ്കൂളിൽ നിന്ന് വന്നിട്ട് ഉടുപ്പൂരാതെ നിൽക്കുക. യൂണിഫോം മാറ് കൊച്ചേ എന്ന് അമ്മ പറഞ്ഞു. അമ്മ എങ്ങനെ പറയുമോ? പറയും അല്ലേ? ലോകത്തുള്ള എല്ലാ അമ്മമാരും അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ പറയും. അപ്പോൾ കൊച്ച് അന്നേരം എന്താണ്, ഈ വന്ന ഉടനെ TV ഓൺ ചെയ്തിട്ട് TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മടി പിടിച്ചിരിക്കുകയാണ്. അമ്മ പറഞ്ഞ ഉടനെ തന്നെ ചെയ്യാൻ ഉള്ളത് ഡാ കുരങ്ങ ഇങ്ങോട്ട് നോക്കിക്കോണം കേട്ടല്ലോ. ഞാൻ ഈ കൊച്ചിനോടാ പറയുന്നെങ്കിലും നിന്നോടൊക്കെ പറയുന്നത്. ഞാൻ വരുന്നുണ്ട്, ഇത് 1 മിനിറ്റ് കഴിയട്ടെ, ഇപ്പം അങ്ങോട്ട് വരാം, നിൽക്കും. പേരെന്താ? ലിയ. മക്കളെ, അമ്മ പറഞ്ഞു യൂണിഫോം ഊരാൻ. സത്യം പറഞ്ഞാൽ ഇപ്പം ഈ ഉദാഹരണം പറയേണ്ട ആവശ്യമില്ല, എനിക്ക് ഇച്ചിരി നേരം ഇരിക്കണമായിരുന്നു. എന്നാലും പറയാം. അതായത് ഈ യൂണിഫോം ഊരാൻ പറഞ്ഞു. അപ്പോൾ കൊച്ചിനത് ചെയ്യാൻ ഇഷ്ടമില്ല. പക്ഷേ അന്നേരം എന്ത് ചെയ്യണം? ലിയ തീരുമാനിക്കുകയാണ്, ഞാൻ മരിക്കാൻ പോവാണ്. മരിക്കാൻ പോകാന്ന് പറഞ്ഞാൽ കഴുത്തെ കുരുക്കിട്ട് മരിക്കാമെന്നല്ല. ഇപ്പം എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ഞാൻ ചെയ്യുമ്പോൾ ഞാൻ മരിക്കുകയാണ്. യേശുവിനെ പ്രതി ഈ കാര്യത്തിൽ ഞാൻ മരിക്കുകയാണ്, എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യുമ്പോൾ. അപ്പോൾ യേശുവിനെ പ്രതി ഞാൻ മരിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാമോ? ലിയായിൽ അപ്പോൾ യേശുവിൻ്റെ ജീവൻ കടന്നു വരും. അമ്മ പറയുന്നത് കേട്ട് അപ്പം തന്നെ പോയി യൂണിഫോമൊക്കെ മാറ്റി, മുഖമൊക്കെ കഴുകി, കാലൊക്കെ കഴുകി, വേണേൽ കുളിച്ച് താഴോട്ട് വന്ന് അമ്മ പറയുന്ന പോലെ ഭക്ഷണമൊക്കെ കഴിച്ച് അതനുസരിച്ചാൽ നമ്മളോട് തന്നെ മരിക്കുകയാണെന്നേരം. കേട്ടോടാ, നമ്മളോട് തന്നെ മരിക്കുകയാണത് ആ സമയത്ത്. കേട്ടോ? പറഞ്ഞു മനസ്സിലായ മോന്? അപ്പോൾ ഈ പറയുന്നത് നമ്മൾ അനുസരിക്കണം. അനുസരിച്ചിട്ട് അന്നേരം നമ്മളോട് തന്നെ മരിച്ചാൽ അപ്പം നിന്നിൽ എന്ത് വരും? യേശുവിൻ്റെ ജീവൻ വരും. യേശുവിൻ്റെ ജീവൻ വരും. അപ്പം നിൻ്റെ കൂട്ടുകാരൻ ഒരു പയ്യൻ, അവൻ സ്കൂളിനടുത്തുനിന്ന് ആരും കാണാതെ ലഹരി വാങ്ങിച്ച് ഉപയോഗിക്കുന്നുണ്ട്. ലഹരി. അന്നേരം നീ ചെന്ന് അവനോട് പറയുകയാണ്, എടാ മോനെ, എടാ കൂട്ടുകാരാ, എടാ ചെറുക്കാ, നീ അത് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിക്കുന്നത് തെറ്റാണ്, അത് ചെയ്യരുത് എന്നുള്ള ഒരു ജീവൻ, ഒരു അഭിഷേകം അവനിലേക്ക് വരും. അവൻ രക്ഷപ്പെടും. നീ മൂലം നിൻ്റെ ലഹരിക്കടിമപ്പെട്ട് ജീവിതം തീരാൻ സാധ്യതയുള്ള ഒരു കുഞ്ഞ് കൂട്ടുകാരൻ രക്ഷപ്പെടും. അതിന് നിന്നിൽ എന്തുണ്ടാവണം? യേശുവിൻ്റെ ജീവൻ. യേശുവിൻ്റെ ജീവൻ ഉണ്ടാകണമെങ്കിൽ നമ്മളിൽ മരണം സംഭവിക്കണം. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഇഷ്ടത്തിന് മരിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ.
അപ്പോൾ ഇനി അത് വായിച്ചേ. യേശുവിൻ്റെ എന്താണ്? യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നതിന് അവിടുത്തെ മരണം ഞങ്ങളെല്ലായ്പ്പോഴും ശരീരത്തിൽ കൊണ്ടു നടക്കുന്നു. ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ പ്രത്യക്ഷമാകേണ്ടതിന് ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ യേശുവിനെ പ്രതി സദാ മരണത്തിന്. അപ്പോൾ പിടികിട്ടിയോ? അതായത് നമ്മൾ മരിക്കാനുള്ള അനുഭവങ്ങൾ ബോധപൂർവം ഏറ്റെടുത്താൽ നമ്മളിൽ എന്തുണ്ടാവും? ജീവനുണ്ടാവും. ആ ജീവൻ ഈ സമൂഹത്തിന്, യോഹന്നാൻ പറഞ്ഞില്ലേ, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അത് ഷൈനിക്ക് വെളിച്ചം കൊടുക്കും. അത് വേറൊരു ആത്മഹത്യ ചെയ്യാൻ നോക്കിയിരിക്കുന്ന ഒരു ചേച്ചിക്ക് വെളിച്ചം കൊടുക്കും, ഒരു ആശ്വാസം കൊടുക്കും. കഴിഞ്ഞ ദിവസം നമ്മുടെ കൂട്ടായ്മയിൽ ഒരു സഹോദരൻ പ്രാർത്ഥിച്ചു. വീട്ടിലിരുന്ന് അവരുടെ കുടുംബാംഗങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ചെറുപ്പത്തിൽ അവൻ എന്നോട് പറഞ്ഞത്, എനിക്ക് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആ ചേച്ചി ഞാൻ കണ്ടിട്ടുണ്ട്, പിന്നെ കണ്ടിട്ടില്ല. എന്നാൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കുടുംബാംഗങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പണ്ട് കണ്ട ആ ചേച്ചിയുടെ മുഖം ഓർമ്മ വന്നു. ആ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു പ്രേരണ കിട്ടി. അവരൊരുമിച്ചിരുന്ന് ഒരു 15 മിനിറ്റ് ആ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ആ വീട്ടിലെ ഒരു ചേച്ചി പ്രാർത്ഥിച്ചു. ആർക്ക് വേണ്ടിയാണോ പ്രാർത്ഥിച്ചത് ആ ചേച്ചിയെ വിളിച്ചോ പറഞ്ഞു, ഞങ്ങൾ ഇന്നലെ സഹോദരിയുടെ മുഖം പരിശുദ്ധാത്മാവ് കാണിച്ചു തന്നായിരുന്നു, ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചായിരുന്നു, എന്തെങ്കിലും വിഷമമുണ്ടോ? അപ്പോൾ പറയുകയാണ്, ഇന്നലെ വൈകിട്ട് ഒരു 7:30 മണിയായപ്പോൾ ഞാൻ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോയി മരിക്കാമെന്നങ്ങ് തീരുമാനിച്ചു. എൻ്റെ ഉള്ളിലങ്ങ് ഇനി അങ്ങ് മരിച്ചേക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ബൈബിൾ എടുത്ത് പ്രാർത്ഥിക്കാൻ ഒരു പ്രേരണ വരികയാണ്. ഞാൻ വേഗം പോയി ബൈബിൾ എടുത്ത് പ്രാർത്ഥിച്ച് ബൈബിൾ എടുത്ത് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് ആ ചാവണമെന്നുള്ള ചിന്ത അങ്ങ് പോയി. കണ്ടോ, ദൂരെ ഇരുന്നൊരു കുടുംബം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കുടുംബത്തിൽ നിന്ന് ആത്മഹത്യ മാറിപ്പോയി. നമുക്ക് ചെറിയ ഉത്തരവാദിത്തമല്ല ഈ സമൂഹത്തിലുള്ളത്. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കരുത്. നമുക്ക് ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ട്, ഒരുപാട് വിഷയങ്ങൾ പ്രാർത്ഥിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം മനുഷ്യർക്ക് ജീവനായിട്ട് മാറും. അതിന് നമ്മൾ മരിക്കണം. നമ്മൾ വിചാരിക്കണം, എൻ്റെ കാര്യം ഞാൻ കുറച്ച് മാറ്റി വെക്കാം, എൻ്റെ കൊച്ചിൻ്റെ കാര്യം മാറ്റി വെക്കാം, ഞാൻ പ്രാർത്ഥിക്കാം, ദൈവമേ ലഹരി അടിമപ്പെടുന്ന കുഞ്ഞുങ്ങളെ കർത്താവെ സ്പർശിക്കണേ. ഏതെങ്കിലും ഒരു സുവിശേഷകനെ ദൈവം അവൻ്റെ അടുത്തോട്ട് വിടും. മടുത്തോ? എന്താ മടുക്കാത്ത? മടുക്കാനുള്ള സമയമായി. അപ്പോൾ നമുക്ക് അതുകൊണ്ട് ഒത്തിരി സന്തോഷം. നമ്മളിനി ആരാധന നടത്തി പ്രാർത്ഥിക്കാൻ പോവാണ്. നമുക്ക് ശക്തമായിട്ട്. അപ്പോൾ എന്താ നമുക്കിനി ഇവിടുന്ന് പോകുമ്പോൾ ടേക്ക് അവേ എന്താണ്? ഇവിടുന്ന് ടേക്ക് അവേ, മരിക്കണം, നമ്മളിലൂടെ ജീവൻ പുറത്തു വരണം. മരിക്കണം, മരിക്കണം, നമ്മളിലൂടെ ജീവൻ പുറത്തു വരണം. അതായത് നമ്മുടെ ഇഷ്ടങ്ങൾക്ക് മരിക്കണം, നമ്മുടെ ജഡത്തിന് മരിക്കണം. അപ്പോൾ നമ്മളിലൂടെ ജീവൻ പുറത്തു വരണം. അപ്പോൾ അത് അനേകരിലേക്ക് ജീവനായിട്ട് മാറും. ഒത്തിരി അഭിഷേകവും അനുഗ്രഹങ്ങളും കൃപയും എല്ലാം ഒരുപാട് പേര്, നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം നല്ല വിശുദ്ധരായിട്ട് മാറും, അല്ലേ? അത് കർത്താവിൻ്റെ വലിയ കൃപ, ശക്തമായ കൃപ വെളിപ്പെടും. ഹല്ലേലൂയ. പരീക്ഷയൊക്കെ കഴിഞ്ഞോ? എങ്ങനെ ഇപ്പം നടക്കുവാണോ? അടുത്ത ആഴ്ച നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. അന്ന് എഴുന്നേറ്റോ.